പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി കർത്താവായ യേശു ഒരു ദിവസം കൂടി അനുവദിച്ചു തന്നതിനോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും കൃതജ്ഞതയും സമയുന്നു. അമേൻ. പ്രിയ സഹോദരനെ, നമ്മൾ ഈ കഴിഞ്ഞൊരു ക്ലാസ് ഞാനിട്ട് ഒരു 1000 പരം ആളുകൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, കുറച്ചേ കണ്ടുള്ളതിലും 10 പേരെ കണ്ടുള്ളതിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ യേശുവിൻ്റെ വചനം, കർത്താവായി യേശു ക്രിസ്തു എനിക്ക് തന്ന സന്ദേശവും വിശുദ്ധ ഗ്രന്ഥത്തിൽ അന്തർലീനമായിരിക്കുന്ന അതിനിഗൂഢ രഹസ്യങ്ങളും എനിക്ക് വെളിപ്പെടുത്തി തന്ന കർത്താവിനെ ഓർത്ത് എൻ്റെ കർത്താവ് എന്നോട് പറയുവാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ പറയുകയാണ്. ഇഷ്ടമുള്ളവർ കേൾക്കുന്നു, അത് തെളിയിക്കുന്നു. പിന്നെ ചില സംശയങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് മുന്നോട്ട് പോകാം. അതിൽ ഒന്നാമത്തെ ഒരു സംശയം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട ബ്രദറെ, അമേരിക്കക്കാരിനെ എങ്ങനെ സ്വീകരിക്കും? നമുക്കിവിടെ 12 മണിയാകുമ്പം അമേരിക്കയിൽ 12 മണി രാത്രിയല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനകത്ത് കർത്താവ് ഇരിക്കുന്ന മറ്റൊരു രസകരമായ മറുപടി എന്താണെന്നറിയോ? ഇസ്രായേലിലെ 12 മണി സമയമാണ്. ഇത് എഴുതിയത്, ഈ സമയത്തെക്കുറിച്ച് എഴുതിയ ആമോസ് പ്രവാചനാണ്. ആമോസ് പ്രവാചകൻ ഇസ്രായേലിലെ ഒരു പ്രവാചകനായിരുന്നു, അമേരിക്കയിലെ പ്രവാചകനല്ലായിരുന്നു. അമേരിക്കയിലെ പ്രവാചകനായിരുന്നെങ്കിൽ അമേരിക്ക പ്രവാചകൻ പറഞ്ഞേ ഇസ്രായേൽ 12 ആകുമ്പോൾ ഇങ്ങനെ പറഞ്ഞേനെ, ആ സമയം പറഞ്ഞേ. അപ്പോൾ അതിനർത്ഥം ഇനി അതിൽ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായ ഏതൊരു മനുഷ്യൻ്റെയും സംശയത്തെ ദൂരീകരിക്കുവാൻ തക്കവിധം ജ്ഞാനത്തിൻ്റെ വരമുള്ള വചനങ്ങൾ വിശദീകരണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: അന്ന് രാത്രി ഒരു കട്ടിൽ 2 പേരുണ്ടായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റയാൾ വിശേഷിക്കും. അപ്പോൾ അമേരിക്കയിൽ ഒരു കട്ടിൽ 2 പേര് കിടക്കുന്നതിൽ ഒരാൾ എടുക്കപ്പെടും, മറ്റയാളെ വിശേഷിക്കും. പകൽ 12 മണിക്ക് എന്ത് സംഭവിക്കും? ഇസ്രായേലിലെ സമയത്തിൽ പകൽ 12 മണിക്ക് എന്ത് സംഭവിക്കും? സൂര്യൻ അന്ധകാരത്തിലാവും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണമല്ല. അതിൻ്റെ തലേദിവസത്തെ അന്ധകാരമായാലും പിറ്റേ ദിവസത്തെ അന്ധകാരമായാലും യേശു ക്രിസ്തുവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ രൂക്ഷം. അന്തിമ ദിനം, ആ ദിനവും മണിക്കൂറും എല്ലാം കർത്താവിൻ്റെ ആഗമനമായത്. കാഹളധ്വനി ഉണ്ടാവും, മിന്നൽ പിണരലുണ്ടാവും, ഉച്ചഘോഷങ്ങളുണ്ടാവും, അതുപോലെ തന്നെ കർത്താവിൻ്റെ ദൂതന്മാരുടെ ഇടപെടലുണ്ടാവും, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥമുണ്ടാവും. അങ്ങനെ നിരവധി ആ അന്തിമ മണിക്കൂറിൽ, അന്തിമ ദിവസം എന്ന് പറയുന്നൊരു ഭയാനകവും അതിഭയാനകവും ഭീഭത്സമായ ഒരു ദിവസമാണ്. മരിച്ചവർ ഉയർക്കുന്ന ദിവസമാണ്. ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ് അന്തിമ ദിനം. അതുകൊണ്ടാണ് ഇസ്രായേൽക്കാരുടെ 12 മണി അമേരിക്കയിൽ പിറ്റേ ദിവസം 12 മണിയായാലും 12 മണിക്കായാലും ദൈവം അർത്ഥമാക്കുന്ന ഇസ്രായേലിലെ സമയം ഇതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അന്ന് രാത്രിയിൽ ഒരു കട്ടിൽ 2 പേരുണ്ടായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റുള്ള വിശേഷിക്കും. അപ്പോൾ കർത്താവ് തന്ന വചനത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതങ്ങനെയാണ്. പിന്നെ വേറൊരു ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ആ സമയത്ത് തിന്നാനും കുടിക്കാനും ഒക്കെ ഉണ്ടാവും, മദ്യം ഉണ്ടാവും, അവരെ മദ്യപിക്കാനും കലഹിക്കാനും ഒക്കെ തുടങ്ങിയാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, എതിർ ക്രിസ്തുവിൻ്റെ കൂടി 666 ചിപ്പ് ലോകത്ത് വരുന്നതോടുകൂടി എതിർ ക്രിസ്തുവിൻ്റെ ആളുകൾ, ഈ ചിപ്പടിക്കുന്നവർക്ക് എതിർ ക്രിസ്തുവിൻ്റെ ആളുകൾ ഭക്ഷണം കൊടുക്കും. ക്രിസ്തുവിൻ്റെ ആൾക്കാർക്കാണ് ഭക്ഷണമില്ലാത്ത. ആ ക്രിസ്തുവിൻ്റെ ആൾക്കാർക്ക് ഭക്ഷണമില്ല എന്നല്ല, അത് കർത്താവ് കൊടുക്കുന്ന ഭക്ഷണമായിരിക്കും. അത് ചിലപ്പം മഞ്ഞയായിരിക്കും, അത് ചിലപ്പം കർത്താവ് ഇങ്ങനെ ഉള്ള ഭക്ഷണ സ്ഥാനത്തെ വർദ്ധിച്ചു കൊടുക്കുകയായിരിക്കും. 5 അപ്പം കൊണ്ട് 1000 പേരെത്തിയിട്ട് കഥകളൊക്കെ ബൈബിളിൽ കിടപ്പുണ്ടല്ലോ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരും, ആ സമയത്ത് വരും. നമ്മുടെ വീട്ടിൽ 1 മണി അരി ഉണ്ടാകില്ല, പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള അരിയും സംവിധാനവും അവിടെ ആയിരിക്കുന്ന ഈ സുരക്ഷിത കേന്ദ്രങ്ങളിലായിരിക്കുന്ന കർത്താവിനോട് ചേർന്നായിരിക്കുന്ന വ്യക്തികൾക്ക് കർത്താവ് കൊടുത്തിരിക്കും. അപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ ആളുകൾക്ക് തിന്നാനും അവരും ചിപ്പടിക്കുമല്ലോ, അവർക്ക് കൊടുക്കൽ വാങ്ങൽ സാധ്യമാവും. അവർക്ക് അരി ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാവും. അവർ സാധാരണ പോലെ ചിലപ്പോൾ ജീവിച്ചിരിക്കും. ഈ സാധാരണ പോലെ ജീവിക്കില്ല. ലോകത്തെ പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമാവുകയും കറണ്ട് അപ്രത്യക്ഷമാവുകയും ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ദൃശ്യമാവുകയും ചെയ്യും അന്തിമ കാലഘട്ടം വരുമ്പോൾ. അപ്പോൾ അവർ എതിർ ക്രിസ്തുവിൻ്റെ കൂട്ടത്തിലായിരിക്കുന്നുണ്ട്. അവർക്ക് വലിയ ഭക്ഷണവും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് തിന്നാനും കുടിക്കാനും മദ്യമൊക്കെ ചിലപ്പോൾ കണ്ടെന്ന് വരും. പക്ഷേ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നവർക്ക് അതൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ എല്ലാ സംരക്ഷണവും, എല്ലാ അനുഗ്രഹവും, എല്ലാ എന്നാ പറയണ്ടേ, അവർക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും അനുഗ്രഹവും അവരുടെ കൂടെ ഉണ്ടായിരിക്കും, യേശുവിൻ്റെ കൂടെയുള്ളവർക്ക്. അപ്പോൾ ആമോസ് പ്രവാചകൻ എഴുതിയത് ഇസ്രായേലിലെ 12 മണിയാണ്. ആ 12 മണി അനുസരിച്ചായിരിക്കും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കർത്താവിൻ്റെ അത്ഭുതം നടക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പറയുകയാണ്. പിന്നെ കാര്യമായി വിശ്വസിക്കുന്നത്, ഇപ്പോൾ കുറേ പേരുടെ സംശയം വരുന്നുണ്ട്, അത് പിതാവല്ലാതെ പുത്രൻ മൂലം അറിയില്ല, പുത്രൻ വെളിപ്പെടുത്താത്ത പിതാവിനെ അറിയത്തില്ല, പുത്രൻ അറിയത്തില്ല, പിന്നെ ആർക്കറിയാവുന്ന, പിന്നെ അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആർക്കും അറിയത്തില്ലല്ലോ.
പിതാവിനെ കാണാനും ഇല്ല, കേൾക്കാനും ഇല്ല. പിന്നെ പിതാവിൻ്റെ അതേ നാമത്തിൽ, അതേ ശരീരത്തിൽ, അതേ രൂപത്തിൽ തന്നെ അങ്ങോട്ട് വന്നിരിക്കുന്ന പുത്രൻ. അത് മറ്റൊന്ന് നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായ സംഭവം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഈ കാലഘട്ടം അത്രയും കത്തോലിക്ക സഭയും ജനങ്ങളെയും വചനപോഷയും പഠിച്ചതിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്നറിയോ, യഥാർത്ഥ പരിശുദ്ധാത്മാവ് ഇന്ന് കേരള സഭയിലോ ഭാരതസഭയിലോ ആഗോള സഭയിലോ ഇല്ല. അതിൻ്റെ ഒരു കാരണം ഇതാണ്. യോഹന്നാൻ 16:13 എൻ്റെ കാരണം. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കും. അവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങളെ അറിയിക്കും. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പരിശുദ്ധമായ ആത്മാവുള്ള വ്യക്തികൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ പ്രവാചക വരസ്വരത്തിൽ ജനത്തെയോ സമൂഹത്തെ അറിയിക്കാൻ സാധിക്കും. അതാണ് പരിശുദ്ധാത്മാവ്. അല്ല പിന്നെ പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മുടെ കേരള സഭയിൽ അച്ഛന്മാർക്കും മെത്രാന്മാർക്കും മാർപ്പാപ്പായ്ക്കും ബിഷപ്പുമാർക്കും പിന്നെ വചനപോഷകർക്കും പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അവർ ഇതിനേക്കാളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ. എന്നെക്കാളും ജ്ഞാനത്തോടെ പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും ലോകത്ത്. വിശുദ്ധ പൗശിനേക്ക് വിളിപ്പിക്കും. പൗശിനോട് പോലും ഈശോ പറയുന്നുണ്ട്, ഡേറ്റുകൾ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ, അത് നിനക്കറിയാമല്ലോ എന്നാണ് പൗശിനോട് പുസ്തകം എഴുതിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്, ഒരിക്കൽ ഞാൻ പറഞ്ഞ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ എന്താണ്, മറ്റൊരു ആത്മാക്കളെയും ദുരാത്മാക്കൾ ഇല്ലാത്ത ആത്മാവ് എന്നിലുണ്ടെങ്കിൽ അതെൻ്റെ പരിശുദ്ധാത്മാവാണ്. എൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് കുർബാന സ്വീകരിച്ച പരിശുദ്ധാത്മാവുണ്ട്, ഒപ്പം ബ്ലൂബിലും കണ്ട ദുരാത്മാവുണ്ട്. അപ്പോൾ അതെന്ത് പരിശുദ്ധാത്മാവായിരിക്കും? ഒന്ന് ആലോചിച്ച പ്രിയ സഹോദരങ്ങളെ, ഞാൻ കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽ വരട്ടെ സ്വർഗത്തിൽ നിന്ന്, അച്ഛൻ ആശീർവദിച്ച് പറയുകയാണ് ഈ ബലിവസ്തുക്കളിലേക്ക് പരിശുദ്ധാത്മാവ് വരട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് സ്വീകരിച്ചു. ആ തിരുവോസ്തിയിൽ വന്നു. അപ്പോൾ അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വസ്തുരൂപമാണ് തിരുവോസ്തി, യേശുവിൻ്റെ ശരീരം. ഉടനെ നമ്മൾ സ്വീകരിച്ച ഞാനെന്നല്ല 140 കോടി വരുന്ന മാർപ്പാപ്പായും മത്രാന്മാരും വൈദികരും അടക്കമുള്ള ഈ കുർബാന സ്വീകരിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് നേരിലേക്ക് നമ്മൾ വരണ്ടേ? അങ്ങനെ ആകുമ്പം പരിശുദ്ധാത്മാവ് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞു, ഇതാ ഇന്ന കാലഘട്ടങ്ങളെത്തി, യുഗാന്ത്യമെത്തി, ഇതാ ലോകത്തിൻ്റെ അവസാനം എത്തി, വരാൻ പോവുകയാണ്, ഈശോയുടെ വരവെന്ന് ആരും പറയുന്നുണ്ടോ? കേരളത്തിലെ മെത്രാന്മാർ പറയുമോ? ഇല്ല. ഭാരതസഭയിലെ മെത്രാന്മാർ പറയുമോ? ഇല്ല. ആഗോള സഭയിലെ മെത്രാന്മാർ പറയുമോ? ഇല്ല. മാർപ്പാപ്പായ്ക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ആര് പറയും? ഈശോയുടെ വരവുണ്ട് യുഗാന്ത്യമായി. എന്താണ് യുഗം? യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നിരിക്കുന്നത്. പൗലോസ് പറഞ്ഞു, ആ യുഗങ്ങളുടെ അന്തിമഘട്ടത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? എന്താണ് AI റോബോട്ടിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വചനം വിശുദ്ധഗ്രന്ഥത്തിൽ എവിടെയാണുള്ളത്? സിനിമയെക്കുറിച്ച് വിശുദ്ധഗ്രന്ഥത്തിൽ എവിടെയാണ് വന്നിരിക്കുന്നത്? ഇൻ്റർനെറ്റിനെ കുറിച്ച് വിശുദ്ധഗ്രന്ഥത്തിൽ എവിടെയാണ് വന്നിരിക്കുന്നത്? ബ്ലൂബിലിനെ കുറിച്ച് വിശുദ്ധഗ്രന്ഥത്തിൽ എവിടെയാണ് വന്നിരിക്കുന്നത്? ഏതെങ്കിലും അച്ഛന്മാർക്ക് അറിയാം. കുറേ അറിയാവുന്നവരുണ്ടാവും കേട്ടോ, കുറച്ച് വചനപോഷൊക്കെ ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടാവും. പക്ഷേ ഹൈപ്പർസോണിക് മിസൈലിനെ കുറിച്ച് ബൈബിളിൽ എവിടെയാണ് പഠിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ആരെങ്കിലും പറയുമോ? അയൺ ബീം, ലേസർ രശ്മി ഉപയോഗിച്ച് ബഹിരാകാശത്തേക്ക് ഇങ്ങനെ കത്തിച്ചുള്ള സാധനത്തെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതെവിടെ അച്ഛാന്ന് ചോദിച്ചാൽ അച്ഛന്മാർക്ക് പറയാൻ പറ്റുമോ? എല്ലാവർക്കും പരിശുദ്ധാത്മയുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് മാത്രമാണ് പരിശുദ്ധാത്മയുള്ളത്, അല്ലെ എല്ലാവർക്കും പരിശുദ്ധാത്മയില്ലേ? അപ്പോൾ പരിശുദ്ധ സ്വീകരിച്ചിട്ട് പോകുന്ന ഒരു വൈദികനോ ഒരു വ്യക്തിക്കുമെങ്കിലും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ മുൻകൂട്ടി നിങ്ങളെ അറിയിക്കുമെന്ന് പറയാൻ മാത്രമല്ല ഞാനതല്ല. അതിനുള്ള ആ വരം ആർക്കെങ്കിലുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകാവസാനത്തിൻ്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ അത്ര വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രാത്രിയിൽ സംസാരിക്കുകയും ടെലിവിഷനിൽ കാണുന്നവരെ കാണിക്കുകയും ചെയ്ത് തന്നതുകൊണ്ടാണ് അത്ര വ്യക്തമായിട്ട്. അതായത് എനിക്ക് കിട്ടുന്ന മെസ്സേജുകൾ, രാത്രിയിലായാലും പകലായാലും കിട്ടുന്ന മെസ്സേജുകൾ, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ ദർശനങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ അത് വചനരൂപത്തിൽ ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ എനിക്ക് കാണണം. അല്ലാതെ ഞാൻ സ്വപ്നത്തിൽ കാണും, എൻ്റെ സ്വപ്നം ഏതാണെന്ന് പറയുന്ന നാട്ടുകാരുടെ ലോകത്തോടും വിളിച്ച് പറയാൻ പറ്റില്ല. ഇവിടെ ചെറിയ കാര്യമല്ല, ഇത് വളരെ വലിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം വലിയൊരു സത്യത്തെ, ഇത്തരം വലിയ നിഗൂഢ രഹസ്യത്തെ നമ്മൾ ഇത്തരം തുറന്ന് സംസാരിക്കണമെങ്കിൽ ഞാൻ കണ്ട ദർശനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വേണം. എൻ്റെ സർവ്വശക്തനായ യേശുവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഏത് ദർശനം കാണിച്ചാലും അത് വചന രൂപത്തിൽ ബൈബിളിൽ നിന്ന് കാണിച്ചു തരണം. ഞാൻ തലശ്ശേരി രൂപതയുമായിട്ടുള്ള കാര്യങ്ങളിൽ ചെന്ന് അവിടെ വൈദികരോടും മെത്രാനോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത്, നിങ്ങൾ എന്ത് സംസാരിച്ചാലും വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കാവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ അത് ശരിയാണ്, സത്യമാണ്, ഞങ്ങളും അംഗീകരിക്കും, ലോകം അംഗീകരിക്കും. വചനത്തിലില്ലാത്ത ഒരു കാര്യം നിങ്ങൾ പറഞ്ഞേക്കരുതെന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? തലശ്ശേരി രൂപത്തിന് പ്രത്യേക ഓർഡർ ഉണ്ട് എനിക്ക് ഈ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവശക്തനായ ദൈവം രാത്രി കാലങ്ങളിലോ പകലോ ഞാൻ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ കിട്ടുന്ന മെസ്സേജുകൾ എന്നോട് തന്നെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് യേശുക്രിസ്തു രണ്ടാമത്തെ വരുന്ന ഒരു ഡേറ്റ് ഇന്ന കാലഘട്ടം അല്ലെങ്കിൽ അന്തിമ മാസം ഏതാണ് എന്ന് കർത്താവ് ചോദിച്ചാൽ
എനിക്ക് കാണിച്ചെന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ച് വിശദീകരണത്തിൽ ഒരു വചനം ഉണ്ടാവണം. അല്ലെങ്കിൽ ഹൈപ്പർസോണിക് മിസൈൽ ആകാശത്ത് വീണ് പൊട്ടുന്നു. അപ്പോൾ പൊട്ടുന്നു നിങ്ങളത് കാണുമ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ പൊട്ടുന്ന വലിയൊരു സംഭവം നടന്ന് ലോകത്ത് നടക്കുമ്പം അത് വചന രൂപത്തിൽ ബൈബിളിൽ ഉണ്ടാവണം, വിശദീകരണത്തിലുണ്ടാവണം. അല്ലാതെ എൻ്റെ ഭാവനയിൽ നിന്നോ കുറേ സങ്കല്പത്തിൽ നിന്നോ കുറേ പൊട്ട അറിവുകളിൽ നിന്നോ കുറേ വിഡ്ഢിത്തത്തിൻ്റെ രൂപത്തിൽ പറയാൻ പറ്റിയൊരു വചനമല്ലിത്. അത് തന്നെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക. ഇത് വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ലാതെ, കുത്തിനും കോമയ്ക്കും മാറ്റമില്ലാതെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട തിരുവചനങ്ങൾ അതേപടി ഇതെല്ലാം ഉണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. അത് പറഞ്ഞു തരാൻ ദൈവമേൽപ്പിച്ച വ്യക്തികൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്ന പോലെ, ഇനിയും ഈ വചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, എന്തെന്നാൽ സമയമെടുത്തിരിക്കുന്നു, തൻ്റെ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകും, ഇനി കാലവിളംബം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുമ്പോൾ ആ വചനങ്ങൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് തന്നെ മുദ്രപൊട്ടിച്ച് ഇതാണ് ഇതിനകത്തെ രഹസ്യം എന്ന് പറഞ്ഞു തരികയാണ്. അതുകൊണ്ടാണ് ഇത്ര സുവ്യക്തമായിട്ട് സംസാരിക്കുക. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതൊന്നും തെറ്റാണെന്ന് സമർത്ഥിച്ച് മറ്റൊരു ഡേറ്റ് പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാവുന്നതാണ്. അപ്പം എനിക്ക് പറയാമല്ലോ, ഇത് ഈ വിശദത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അവർക്ക് ഇത് തെറ്റാണ്, മറ്റൊരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റുന്നത് തെളിയിച്ചോട്ടെ, എനിക്ക് പ്രശ്നമല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് അന്തിമ സെക്കൻഡ്, അന്തിമ മിനിറ്റ്, അന്തിമ മണിക്കൂർ, അന്തിമ ദിവസം. ആ അന്തിമ ദിവസം ഒരു ബുധനാഴ്ചയാണെന്നും 2034 ഫെബ്രുവരി 15 ആണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി നമ്മൾ കാണുന്നത് അന്തിമ ആഴ്ചയെക്കുറിച്ചാണ്. ഈ അന്തിമ ആഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ രസകരവും വളരെ നിഗൂഢവും ചിന്തനീയവും നമ്മുടെ ബുദ്ധിയിൽ അങ്ങനെ പെട്ടെന്ന് കയറുന്നതുമായൊരു സംഭവമല്ല. അന്തിമ ആഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെ അന്തിമ ആഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 5 ദിവസമുള്ള ഒരാഴ്ചയാണ്. സാധാരണ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്. പക്ഷേ ഈ യുഗാന്ത്യ കാലഘട്ടത്തിൽ, അതായത് 2034 ഫെബ്രുവരി ജനുവരി 1 മുതൽ 45 ദിവസം ഉള്ള ഫെബ്രുവരി 15 ദിവസമുള്ള 45 ദിവസത്തെ ആ ദിവസത്തിലെ ഒരാഴ്ചയ്ക്ക് 5 ദിവസമേ ഉള്ളൂ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എവിടെ നിന്ന് ആദ്യം തുടങ്ങണം എന്നറിയാവും. 2034 ഫെബ്രുവരി 15 എന്ന് പറയുമ്പോൾ 2034 ഫെബ്രുവരി 1 മുതൽ 10 വരെയുള്ള ഒരു ദിവസവും 10 മുതൽ 15 വരെയുള്ള 5 ദിവസമാണ്. ആ 10 മുതൽ 15 വരെയുള്ള 5 ദിവസത്തെയാണ് ആഴ്ച എന്ന് പറയുന്നത്. അതിൻ്റെ 7 ദിവസം അതിനകത്തില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് 7 ദിവസമില്ല? അത് വ്യക്തമായിട്ട് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് സംഭവം കിടക്കുന്നത് ഇവിടെയാണ്. അതായത് വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം, സ്പിർനായിലെ സഭയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സപ്തമുദ്രകൾ പതിപ്പിച്ചും ആ ജീവൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിഗൂഢരഹസ്യങ്ങളുടെ കലവറയായ സഭകൾക്ക് എഴുതിയ തിരുവചനത്തിൽ 10-ാം ഇങ്ങനെ പറയുന്നു. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസനായിരിക്കുക, ജീവൻ്റെ കിരീടം ഞാൻ നിനക്ക് നൽകും. അവിടെ ഒരു 10 ദിവസത്തെ പീഡനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് സുവിശേഷ പ്രഘോഷകരോ നന്മ ചെയ്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഒരു പരീക്ഷണത്തിന് വേണ്ടി കർത്താവ് വിശുദ്ധിയിലും ശക്തിയിലും ധീരതയും ഉറച്ചു നിൽക്കുമോ, മരണത്തെ മുന്നേ കണ്ടാലും മരിക്കേണ്ടി വന്നാലും ക്രിസ്തു വേണ്ടി നിൽക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി സകല ഉപവാസത്തിലും പരിശോധിക്കും. അങ്ങനെ ഒരു പരീക്ഷണം വരുന്നുണ്ട്. അതുകൊണ്ട് 10 ദിവസത്തെ ഞെരുക്കം നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ആ 10 ദിവസത്തെ ഞെരുക്കത്തെക്കുറിച്ച് കർത്താവ് പറയണം. അപ്പോൾ ആ ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 10-ാം തീയതി വരെയുള്ള 10 ദിവസമാണ് ഈ 10 ദിവസം. അത് കഴിഞ്ഞിട്ടുള്ള 5 ദിവസമാണ് ഒരാഴ്ച. അപ്പോൾ 10 ദിവസത്തിന് 2 ദിവസം കൂടെ കടമെടുത്തിട്ട് 7-ന് കൊടുക്കാൻ പറ്റില്ല, 7 ആഴ്ചയാക്കാൻ പറ്റില്ല. അതായത് ഫെബ്രുവരിക്ക് ശേഷം 15-ാം തീയതിക്ക് ശേഷം 17-നും 18 7 ദിവസം തയ്ക്കാൻ പറ്റില്ല. ഈ 10 ദിവസത്തേന്ന് 1 ദിവസം കുറയാനോ കൂടാനോ അതും പറ്റില്ല. ആ 10 ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കി എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണേ, കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചനം എടുക്കണം. അതിനകത്ത് തിരുവചനം, എന്തെന്നാൽ ലോകാരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം അന്നുണ്ടാകും. ആ ദിവസങ്ങൾ
പരിമിതപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തും. ഉണ്ടോ പ്രിയപ്പെട്ടവരെ? എന്താണ് അവിടെ രഹസ്യം? അതിൻ്റെ രഹസ്യം മനസ്സിലായോ? 15 ദിവസത്തെ പീഡനമില്ല, 20 ദിവസത്തെ പീഡനമില്ല, എന്നാൽ 9 ദിവസത്തെ പീഡനമാക്കി കുറയ്ക്കുകയുമില്ല. അത് 10 ദിവസത്തെ പീഡനം തന്നെയാണ്. അത് ആഗോള പീഡനമാണ്, ലോക പീഡനമാണ്. ഉഗ്രപീഡനം ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ വരെ പേടിയാണ്. അത് അത്രയും ഭയാനകമായ കാര്യങ്ങളാണ്. അത് പറയുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട നിഗൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലാണ്. വെളിപ്പെടുത്തൽ ധ്യാനങ്ങൾ, വെളിപ്പെടുത്തൽ ക്ലാസ്സുകൾ എന്നാണ് എൻ്റെ ധ്യാനത്തിൻ്റെ എല്ലാം ക്ലാസ്സുകളിൽ. വെളിപ്പെടുത്തൽ ധ്യാനങ്ങൾ, വെളിപ്പെടുത്തൽ ക്ലാസ്സുകൾ, വെളിപ്പെടുത്തൽ സന്ദേശങ്ങൾ, വെളിപ്പെടുത്തൽ ദർശനങ്ങൾ, വെളിപ്പെടുത്തൽ ധ്യാനങ്ങൾ എന്നാണ് എൻ്റെ ക്ലാസ്സുകൾക്കെല്ലാം ഞാൻ തന്നെ പേരിടുന്നത്. കാരണം എനിക്കിതെല്ലാം വെളിപ്പെട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ 10 ദിവസത്തേന് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. ആ 10 ദിവസത്തിൽ നിന്ന് 5 ദിവസം 2 ദിവസം എടുക്കാൻ പറ്റില്ല. അപ്പോൾ 10 ദിവസത്തിന് ബാക്കി വരുന്ന 5 ദിവസമാണ് ഒരാഴ്ച. അതാണ് അന്തിമ ആഴ്ച. ബാക്കി 10 ദിവസമാണ് 10 ദിവസം. ആ 10 ദിവസത്തിന് ആഴ്ച എന്ന് പറയാൻ പറ്റില്ല. അത് 10 ദിവസം എന്ന് പറയാം. അപ്പോൾ ആ 10 ദിവസം ഏതിനകത്ത് വരുന്നത്? 2034 ജനുവരി 1 മുതൽ ഫെബ്രുവരി 15 വരെയുള്ള 45 ദിവസത്തിനാണ് ഈ 10 ദിവസം വരുന്നത്. അപ്പോൾ അന്തിമ സെക്കൻഡ്, അന്തിമ മിനിറ്റ്, അന്തിമ മണിക്കൂർ, അന്തിമ ദിവസം, അന്തിമ ആഴ്ച 2034 ഫെബ്രുവരി 10-ാം തീയതി മുതൽ 2015 2034 ജനുവരി 1 മുതൽ അതേ വർഷം തന്നെ ഫെബ്രുവരി 15-ാം തീയതി വരെ വരുന്ന എന്താണ്? ആ ആഴ്ചയും ബാക്കി ഒരു 10 ദിവസമാണ്. ആ 10 ദിവസമാണ് ഉഗ്രപീഡനം ഉണ്ടാകുന്നത്. അത് 10 ദിവസത്തേന് ഉഗ്രപീഡനം ഉണ്ടാകുന്നു. ആ 10 ദിവസത്തേക്ക് നിങ്ങൾ ഞെരുക്കമുണ്ടാകുന്നു. 2 രീതിയിൽ വിസ്തീർണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്തിമ ആഴ്ചയായി. ഇനി 10 ദിവസത്തിന് വേറെ പ്രത്യേകതയുണ്ട്. ഇത് ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. ആ 10 ദിവസത്തിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അന്തിമ മാസം. നമ്മൾ അന്തിമ ആഴ്ച മനസ്സിലാക്കി. അന്തിമ മാസം ഏതാണ് എന്ന് ചോദിച്ചാൽ, അന്തിമ മാസം ഏത് മാസത്തിലാണ് ലോകം അവസാനിക്കുക, അല്ലെങ്കിൽ ഏത് മാസത്തിലാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരിക എന്നൊരാൾ ചോദിച്ചാൽ ഏത് മാസമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റും ധൈര്യം നിങ്ങൾക്കിത് കേട്ടിട്ട് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറയാം. ധൈര്യമില്ലാത്തൊരാരും പറയണ്ട. അന്തിമ മാസം എന്ന് പറയുന്നതാണ് ഫെബ്രുവരി മാസം. 2034 ജനുവരി കഴിഞ്ഞു, പിന്നെ ഫെബ്രുവരി വരണമല്ലോ. ഫെബ്രുവരി മാസം, അതാണ് മാസം. അന്തിമ ആഴ്ച കഴിഞ്ഞു, അന്തിമ മാസം. ആ 10 ദിവസത്തെയാണ് പറയുന്നത് ഫെബ്രുവരി 10 ദിവസം. ആ ഫെബ്രുവരി 10 ദിവസത്തിന് പറയുന്ന പേരാണ് മാസം, അന്തിമ മാസം. ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ മാസവും മനസ്സിലായി, ആഴ്ച, മാസം മനസ്സിലായി. ഇനി നമുക്ക് ഏത് വർഷമാണ് ലോകാവസാനം, അല്ലെങ്കിൽ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകുന്നതിൽ ഏത് വർഷമാണ് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? അതാണ് 2034 ജനുവരി 1 മുതൽ 45 ദിവസം. അതിൻ്റെ 45 ദിവസം എന്ന് പറയും, അല്ലെങ്കിൽ 1.5 മാസം എന്ന് പറയും. അപ്പോൾ നമ്മൾ 2033 ഡിസംബർ 31 കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താണ് പറയുന്നത്? 2034 പുതുവർഷമാണ്, പുതിയ വർഷമാണ് വരുന്നത്. 2034-ാമത്തെ വർഷമാണ്, 2034 അങ്ങനെ നമ്മൾ പറയാം. അപ്പോൾ മാസം കൂടി പറഞ്ഞാൽ ജനുവരി മാസം പറയും, വർഷം കൂടി പറഞ്ഞാൽ 2034 എന്ന് പറയും, ആ പുതിയ വർഷത്തെ. മറ്റേത് പറഞ്ഞാൽ പുതുവർഷം എന്ന് പറയും. അപ്പോൾ ഏത് വർഷമാണ് യേശുവിൻ്റെ രണ്ടാമത്തെ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പ്രവേശിക്കുക, ലോകം അവസാനിക്കുന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2034 ജനുവരി മാസം എന്ന് പറയാം. എന്നിട്ട് കൂടെ പറയണം, അത് മാസമല്ല, മാസം ഫെബ്രുവരിയാണ്, വർഷമാണ് പുതുവർഷം. ആ പുതുവർഷം ജനുവരി പുതിയ വർഷമാണ് 2034. അപ്പോൾ 2034 എന്ന വർഷം ലോകാവസാന വർഷമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും 2034 എന്ന സംഖ്യ നമുക്ക് എങ്ങനെ കിട്ടി? അത് അടുത്തൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കുന്നത്? അന്തിമ സെക്കൻഡ്, അന്തിമ മിനിറ്റ്, അന്തിമ മണിക്കൂർ, അന്തിമ ആഴ്ച, അന്തിമ മാസം, അന്തിമ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി അന്തിമ വർഷം നമ്മൾ കേട്ടു, അന്തിമ വർഷം നമ്മൾ കേട്ടു. അപ്പോൾ 2034 എന്ന സംഖ്യ എങ്ങനെ വരുന്നു? അതാണ് അടുത്ത പ്രശ്നം. അത് ഇന്നലത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2007 വർഷത്തിൽ ഇതുണ്ടാവും. SQL 39:7 ആ 15 വന്നിട്ട് 7 വർഷത്തിൽ ഇതുണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ട്. കൊമ്പ്, അമ്പ്, വില്ല്, ഗദ, കുന്തം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ 7 വർഷം നമുക്ക് കിട്ടുന്നത്, നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? 2027-ലാണ്. അതിന് കാരണം അറിയാം, നമുക്കറിയാം, വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഇവിടെ 2025 എന്ന സംഖ്യ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇപ്രാവശ്യം ഒന്നുകൂടെ പറയുകയാണ്. 2000 ആണ്ട് കഴിഞ്ഞിട്ട് 25 വർഷം ആകുമ്പോഴാണ് 2025 നമ്മൾ പറയും. പക്ഷേ അത് അങ്ങനെയല്ല ഈ 2025 വരുന്നത്. 2025 2026 ആ വർഷങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എവിടെയോ നിന്നൊരു തുടങ്ങിയിട്ടാണ്.
ആ തുടക്ക വർഷം എന്ന് പറയുന്നതാണ് AD 33. AD 33 1000 കൂട്ടുമ്പം 1033, 1033 1000 കൂടെ കൂട്ടുമ്പോൾ 2033. 2033 എന്ന സംഖ്യ യുഗാന്ത്യമാണ്. യുഗാന്ത്യത്തിലേക്ക് ലോകം എത്തിയിട്ടില്ല. 2033 എത്തണമെങ്കിൽ 8 വർഷം കൂടെ കഴിയണം. ആ 8 വർഷമാണ് 2025. 2028 2033. അപ്പോൾ അങ്ങനെയാണ് 2025 വരുന്നത്. അപ്പോൾ ഇപ്പോൾ 2025 ആണെങ്കിൽ ഇനി യുഗാന്ത്യത്തിലേക്ക് പ്രവേശിച്ച് എത്ര വർഷമുണ്ട്? 8 വർഷമുണ്ട്. അപ്പോൾ അതിനു മുമ്പുള്ള 7 വർഷം ഏതാണ്? 7 വർഷത്തെ യുദ്ധം ഉണ്ടായിരിക്കും. ആ 7 വർഷം എന്താണ്? 2027, 34. അപ്പോൾ കൃത്യമായിട്ട് സംഖ്യ വന്നോ, കൃത്യമായിട്ട് ഡേറ്റ് വന്നോ? വിസ്തീർണത്തിൽ ഈ വചനം ഇല്ലേ? ഇത് ആർക്കെല്ലാം അറിയത്തില്ലാത്തതാണോ? അതുകൊണ്ടാണ് വെളിപാട് 27 കഥ പറഞ്ഞത് 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ മോചിതനാകും. വിശുദ്ധത്തിൽ ഈ ബൈബിളിൽ ഡേറ്റ് കിടക്കുന്ന ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട പരിപാടി. പക്ഷേ ഇത് ആർക്കെങ്കിലും അറിയാമോ? ഇതിങ്ങനെ വെളിപ്പെടുത്തി കർത്താവ് തന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. പക്ഷേ ആർക്കും വെളിപ്പെട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ആർക്കും അറിയത്തില്ല. പക്ഷേ എന്നാൽ വെളിപ്പെട്ട് തന്നു കഴിയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ? അയ്യോ, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. അയ്യോ, എൻ്റെ ബ്രദറെ പൊട്ടത്തിലൊന്നും പറയല്ലേ, നിങ്ങൾക്ക് അറിയാമെങ്കിലേ പറയത്തുള്ളേ. എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് സെക്കൻഡ്? എവിടുന്ന് കിട്ടി? മിനിറ്റ് ചോദിക്കുന്നില്ല, ഇഷ്ടംപോലെ. കാരണം ചോദിക്കുന്നവർ ചോദിച്ചോ, കുഴപ്പമില്ല. നിങ്ങളുടെ സംശയം കൊണ്ട് ചോദിക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ഇതെല്ലാം ബൈബിളിലുണ്ടോ എന്ന് ഓരോ വചനവും സെക്കൻഡ് അടക്കം വിസ്തീർണത്തിൻ്റെ വചനത്തെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്, വെറുതെ പറയുന്നതല്ല. ഓക്കെ, അപ്പോൾ നമ്മളിനി മനസ്സിലാക്കേണ്ടത് എന്താണ്? 2027 ആഗോള യുദ്ധം തുടങ്ങും. ആഗോള യുദ്ധം 2027 3.5 വർഷമാണ് 7. 3.5 വർഷമാണ് 7 ദിവസംഖ്യ വരുന്നത്. 3.5 7. 2027 മുതൽ 2027 മുതൽ 3 വർഷം 2030 ആവും. 2030 ജൂലൈ മാസം തുടങ്ങുമ്പോൾ കറക്റ്റ് 3 വർഷം പൂർത്തിയാവും. അപ്പോൾ 2030 ജൂൺ മാസം ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇസ്രായേലിൻ്റെ ഇപ്പോൾ പുതിയ ജെറുസലേം ദേവാലയം പണിയും. അതിനകത്ത് അവരുടെ പഴയ നിയമ ഗ്രന്ഥത്തിലെ ആരാധനകൾ നടക്കും. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ലക്ഷക്കണക്കിന് ഇസ്രായേൽക്കാർ ജെറുസലേമിൽ വരും. അവരുടെ വിലാമത്തിൽ നിന്നെടുത്ത് അവർ പുതിയ ജെറുസലേം ദേവാലയത്തിൽ പോകണം. അവിടെ പുതിയ കാള ബലിയർപ്പിക്കും. അങ്ങനെ അവരുടെ ഇസ്രായേലിന് ലോകം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ബലി, വിശുദ്ധ ബലി, അല്ലെങ്കിൽ അവരുടെ ഇസ്രായേൽ ജനത്തിൻ്റെ ബലി, അവരുടെ ആരാധന അവിടെ ആരംഭിക്കും. ആ ആരാധന കൃത്യം 3.5 വർഷമാകുമ്പോൾ എന്തു ചെയ്യും? എതിർക്രിസ്തുവിൻ്റെ ആധിപത്യത്തിൽ ഈ ആരാധന നിന്നു പോവുകയും ജെറുസലേമിനെ അവർ ലോകം ആക്രമിക്കുകയും ചെയ്ത് തക്കാലത്തിനെന്ത് കീഴ്പ്പെടുത്തും. അത് ഞാൻ അങ്ങനെ പറയുന്നത്, അല്പകാലത്തിനൊന്ന് കീഴ്പ്പെടുത്തിയാൽ സർവശക്തനായ യേശു ക്രിസ്തു ജെറുസലേമിൻ്റെ കിഴക്കുള്ള ഒലിമലയിൽ അന്ന് അവിടെ നിന്ന് നിലയുറപ്പിക്കും. ആ സക്രിയയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും അതിൻ്റെ ആധിപത്യം വേദനിക്കുന്ന ഇസ്രായേലിൻ്റെ, പരാജയപ്പെട്ട ഇസ്രായേലിൻ്റെ ആധിപത്യം യേശു ക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിലെ 3.5 വർഷത്തെ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തെ യുദ്ധം കൊണ്ട് തോൽപ്പിക്കുന്നത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് വെളിപാട് 1-ാമത്തെ മുദ്ര പൊട്ടുമ്പോൾ ഇസ്രായേലിൻ്റെ പുറത്തിരിക്കുന്നവൻ ഒരു വെള്ള കുതിരയെ കണ്ടു. ആ കുതിരയുടെ പുറത്തിരിക്കുന്നവന് ഒരു വില്ലും കിരീടവും നൽകപ്പെട്ടു. അവൻ അജയ്യനായി മുന്നോട്ട് നീങ്ങും. അത് ഇസ്രായേലാണ്. അപ്പോൾ പിന്നീട് വീണ്ടും ഇസ്രായേൽ ഒന്നുകൂടി കുതിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യും. അത് താൽക്കാലികമായിട്ടൊരു ചെറിയ പരാജയം. അതെന്തിനാണ്? ആ പരാജയത്തിൻ്റെ പോലും ദൈവത്തിന് മുമ്പിൽ ഉദ്ദേശമുണ്ട്. അതാണ് സക്രിയ 12 പറയുന്നുണ്ട്. അവർ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി അവർ വിലപിക്കും. അവർ ഗോത്രമായിട്ടിരുന്ന് വിലപിക്കും. ആ വിലാപത്തിൻ്റെ അവസാനം അവർ പറയും, കർത്താവായ യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളെ പരാജയപ്പെടുത്തുന്ന ദുഷ്ടശക്തികളെ തകർക്കണമേ, നീതി അവിടുന്ന് മഴ പോലെ പെയ്യണമെന്ന് പറഞ്ഞ് അവർ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയും അവരുടെ വേദനകളിൽ, പ്രശ്നങ്ങളിൽ അവരുടെ രാജ്യത്തെ വീണ്ടെടുത്തുകൊണ്ട് ഈ ദുഷ്ടശക്തികളെ തകർത്തുകൊണ്ട് വീണ്ടും അജയനായ യേശു ക്രിസ്തു ലോകത്തെ ഭരിക്കുകയും ചെയ്യും. അങ്ങനെ വരുന്ന തുടക്കം വരുന്ന എതിർക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുന്നത് 2030 ജൂൺ മാസം. ജൂൺ അവസാനിച്ചു, ജൂലൈ 1 തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വേറെ പ്രത്യേകമുണ്ട്. അവിടെയാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വരുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വചനം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. അതാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 11-ാം തിരുവചനം. അവിടെ ഇങ്ങനെ പറഞ്ഞത്, ഇസ്രായേൽക്കാരുടെ നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതിനും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കുന്നതുമായ സമയം മുതൽ 1290 ദിവസം ഉണ്ടാകും. 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് 1290 എന്ന ഒരു സംഖ്യ നമ്മൾ എഴുതുമ്പോൾ ആ 1290 എന്ന സംഖ്യ തുടങ്ങുന്നത് 2030 ജൂലൈ 1 അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് 3.5 വർഷമാണ്. ആ 3.5 വർഷം പൂർത്തിയാകുന്നത് എവിടെയാണ്? 2033 ഡിസംബർ 31 ഈ 3.5 വർഷം പൂർത്തിയാവും.
അപ്പോൾ 1290 എന്ന സംഖ്യയെ 1290 എന്ന സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? ഈ 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യം എന്ന് പറയുമ്പം 1290 ഒരു 3.5 ദിവസമാണെങ്കിൽ 3.5 വർഷമാണെങ്കിൽ 1335 ദിവസം എന്ന് പറഞ്ഞാൽ വേറൊരു 3.5 വർഷമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അതല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിഗൂഢ രഹസ്യവും, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ മുഴുവൻ നിഗൂഢ രഹസ്യവും, സബരിയുദ്ധത്തിലെ മുഴുവൻ രഹസ്യവും, സ്വർഗത്തിൻ്റെ മുഴുവൻ നിഗൂഢ രഹസ്യവും, ഈ ലോകത്തിന് ഒരു മനുഷ്യൻ മനസ്സാകാത്ത അതിനിഗൂഢ രഹസ്യമായ ഏറ്റവും വലിയ നിഗൂഢ രഹസ്യം, അതാണ് പിതാവല്ല പുത്രൻ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞ ആ നിഗൂഢ രഹസ്യം, ലോകത്തിനാർക്കും വെളിപ്പെട്ട് കിട്ടാത്ത രഹസ്യം, ആ നിഗൂഢ രഹസ്യമാണ് പ്രിയപ്പെട്ടവരെ എന്താണ് അത് കർത്താവ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. 1290 പ്ലസ് 1335 എന്ന സംഖ്യ കിട്ടി ഞാൻ കൂട്ടുമ്പോൾ ഒരു തുകയാണ് കിട്ടുന്നത്. പക്ഷേ അങ്ങനെ കൂട്ടിയെടുത്തപ്പോൾ കർത്താവ് ഈശോനെ പറഞ്ഞതാണ് അതങ്ങനെ കൂട്ടിയെടുക്കല്ലേ, 1290 എന്ന സംഖ്യയോട് എത്ര കൂട്ടിയാൽ 1335 എന്ന സംഖ്യ കിട്ടുമെന്ന് കൂട്ടി നോക്കാൻ പറഞ്ഞു. ആ കൂട്ടി നോക്കാൻ പറഞ്ഞപ്പോൾ കിട്ടിയതാണ്. അങ്ങനെ കൂട്ടി നോക്കി കണ്ടെടുത്താണ്. 50 ഇട്ട് കൂട്ടിയപ്പം 5 ദിവസം കൂടുതൽ വരുന്നു. 45 ഇട്ട് കൂട്ടിയപ്പം അത്ഭുതമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, 1290 പ്ലസ് 45 സമം 1335 എന്ന സംഖ്യ കിട്ടി. അപ്പോൾ ആ 45 ദിവസം അങ്ങനെയാണ് 1335 എന്ന സംഖ്യ ഈ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഏത്? ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ 1290 പ്ലസ് 45 സമം കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയാണ് 1335. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ പിതാവാദൈവം പറഞ്ഞ 1290 സംഖ്യ ആ ദിവസം ഉണ്ടായിരിക്കും. 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യം എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്നത് ഈ 45 എന്ന് പറയുന്ന സംഖ്യ ഒരു 1.5 മാസമാണ്. അതായത് 2033 കഴിഞ്ഞ് 2034 ജനുവരി 1 മുതൽ 2034 1.5 മാസം പൂർത്തിയാകുമ്പോൾ 2034 ഫെബ്രുവരി 15-ാം തീയതി കിട്ടും. ആ 15-ാം തീയതി പറഞ്ഞാൽ 1.5 മാസമാണ്. ആ 15-ാം തീയതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ അത്ഭുതങ്ങളെല്ലാം വിശദീകരിച്ച് ജീവിച്ചിരിക്കുന്നത്. അന്തിമ സെക്കൻഡ്, അന്തിമ മിനിറ്റ്, അന്തിമ മണിക്കൂർ, അന്തിമ ദിവസം, അന്തിമയാഴ്ച, അന്തിമ മാസം, അന്തിമ വർഷം എല്ലാം കൃത്യമായിട്ട് വിശദീകരണത്തിലുണ്ട്. അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്. ഒരു വചനം ഇല്ലാണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എന്ത് വിശദീകരണത്തിലുണ്ടോ അത് അപ്പാടെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടവർ വിശ്വസിക്കാം, പുല്ല് പോലെ തള്ളിക്കളയാം, പുച്ഛിച്ച് കളിയാക്കൊണ്ടോ പുച്ഛിച്ച് തള്ളാം, ഒരു പ്രശ്നമില്ല. അത് നിങ്ങൾ കേൾക്കുന്നവരുടെ കേൾവിക്കാരുടെ ഇഷ്ടമനുസരിച്ച് വെച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഇത് വള്ളിക്കോ പുള്ളിക്കോ മാറുകയില്ല. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട ഈ നിഗൂഢ രഹസ്യം ഈ അവസാന കാലഘട്ടത്തിൽ വെളിപ്പെട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ സംഭവിക്കും. വള്ളിക്ക് പുള്ളിക്ക് മാറിയില്ലാതെ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ 2033 എന്ന് പറയുന്ന സംഖ്യ എന്താണ്? യുഗാന്ത്യമാണ്. അവിടെ ഒരു വചനം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതാണ് വെളിപാട് 20:7. 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാവും. ആ സാത്താനെ ഭൂമിയിൽ ഈ കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് സാത്താനെ ബന്ധിച്ച് പാതാളത്തിലല്ല കർത്താവിൻ്റെ തിരുരത്തിൻ്റെ ശക്തിയാൽ സാത്താനെ ബന്ധിച്ച് തടഞ്ഞു നിർത്തിയിട്ടാണ് ആര് പോയത്? യേശു പോയത്. അപ്പോൾ തടഞ്ഞു നിർത്തിയ യേശുവിനെയൊക്കെ സാത്താൻ യേശുവിനെ തട്ടിമാറ്റിയെന്നല്ല, മനുഷ്യൻ തട്ടിമാറ്റി. യേശുവിൻ്റെ മഹത്വത്തെ മനുഷ്യൻ തട്ടിമാറ്റിയപ്പോൾ സാത്താൻ ഭൂമിയിൽ ഉയർത്തിരുന്നുണ്ട്. അതുകൊണ്ട് 1000 വർഷം കഴിയുമ്പോൾ സാത്താൻ ബന്ധത്തിൽ മോചിതനാവും. പിന്നെ അവൻ കടൽത്തരത്തെ മണത്തരി പോലെ അവൻ ഗോഗ് മാഗോഗ് യുദ്ധത്തിനായിട്ട് ഒരുക്കും. അതാണ് 2033 യുഗം അവസാനിക്കുമ്പോൾ 2033 കാലഘട്ടത്തിൽ പിന്നീട് വരുന്ന 1.5 മാസമാണ് ഈ ലോകത്ത് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറഞ്ഞാൽ. ആ ഗോഗ് മാഗോഗ് യുദ്ധമാണ് ആണവയുദ്ധം. ഗോഗ് മാഗോഗ് യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 2027 മുതലുള്ള യുദ്ധത്തിൽ 2030-33 കാലഘട്ടം വരുമ്പോൾ ഭൂമിയിലെ എല്ലാ മിസൈലുകൾ, അതിൻ്റെ ബോംബുകൾ, യന്ത്ര സംവിധാനങ്ങളെല്ലാം നശിപ്പിക്കപ്പെടുകയും കപ്പൽ സംവിധാനങ്ങൾ നശിക്കപ്പെടുന്നു, വിമാന യുദ്ധവിമാനങ്ങൾ നശിക്കപ്പെടുന്നു, ലക്ഷക്കണക്കിന് പട്ടാൾക്കാർ മരിക്കുന്നു, ഓരോ രാഷ്ട്രങ്ങൾ ഇല്ലാതെയാവുന്നു. അങ്ങനെ പ്രശ്നം വന്നു കഴിയുമ്പോൾ ഭൂമിയിലെ യുദ്ധം എല്ലാം അങ്ങ് തണുക്കുകയും അവസാനിക്കുകയും ചെയ്യും. പിന്നെ വരുന്നതാണ് ആണവയുദ്ധം. ഈ ആണവയുദ്ധം എന്ന് പറയുന്നതാണ് ബഹിരാകാശ യുദ്ധം. ആ ബഹിരാകാശ യുദ്ധം എങ്ങനെ സംഭവിക്കുന്നുള്ളത് വിശദത്തിൽ അതിൻ്റേതായ ഉപകരണങ്ങളെ കൂട്ടിയാണ് കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്, അല്ല വെറുതെ പറഞ്ഞിരിക്കുകയല്ല. അപ്പോൾ നമ്മൾക്കറിയാം, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, എന്താണ് പറഞ്ഞത്? സൂര്യനും ചന്ദ്രനും അപ്രത്യക്ഷമാണെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് ഒരു വലിയ 47 തോക്കെടുത്തിട്ട്, സൂര്യ നിന്നെ ഇപ്പം ഞാൻ വെടിവെച്ച് താഴെയിടാൻ പോവാണ്, നീ അന്ധകാരമായി പോട്ടെ, ഒറ്റ വെടി, ഉടനെ സൂര്യൻ അപ്രത്യക്ഷമായി. ചന്ദ്രനിട്ട് ഒരു വെടിവെച്ചു, ചന്ദ്രനും അപ്രത്യക്ഷമായി. ഭൂമിയിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വെടിവെച്ചു, അങ്ങനെ ഭൂമി അപ്രത്യക്ഷമായി. അങ്ങനെയാണോ? അങ്ങനെയാണ് മനുഷ്യൻ്റെ ധാരണ. 16 കോടിയല്ല 3000 കോടി ഉയരത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിലും അതിനുവേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വചനമുണ്ട്.
ആ വചനം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ എന്താണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിയുമ്പോഴാണ് അത് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, അത് ഇപ്രകാരമാണുള്ളത്. 2020 അതായത് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനം, അങ്ങയുടെ ചീറിപ്പായുന്ന അസ്ത്രത്തിൻ്റെ പ്രകാശത്തിലും അങ്ങയുടെ തിളങ്ങുന്ന കുന്തത്തിൻ്റെ മിന്നലിലും സൂര്യനും ചന്ദ്രനും നിശ്ചലമായി. ഇതാണ് വചനം. അതൊന്നും പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലായില്ല. അതിൻ്റെ മറ്റൊരു വചനം കൂടെ പറയുന്നുണ്ട്. അത് നാഹൂം പ്രവാചകന്റെ പുസ്തകമാണ്. നാഹൂം പ്രവാചകൻ 2:4, അവ പന്തങ്ങൾ പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ പായുകയും ചെയ്യുന്നു. മിന്നലിൻ്റെ വേഗത പറഞ്ഞാൽ ഇടിമിന്നലിൻ്റെ വേഗത ആലോചിച്ച് നോക്കി. ഇതിന് കർത്താവ് ഇന്നത്തെ ഹൈപ്പർസോണിക് മിസൈലിനെ കുറിച്ചാണ് പറയുന്നത്. ഹൈപ്പർസോണിക് മിസൈൽ എന്ന സംഭവത്തെ കണ്ടുപിടിക്കാൻ 3000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് കണ്ടുപിടിക്കുന്നത്. എന്നാൽ സർവശക്തനായ ദൈവം ദർശനത്തിൽ കൊടുത്ത ആ ജ്ഞാനത്തിന് വരം ഉപയോഗിച്ച് അവർ അന്നത്തെ ഭാഷയിൽ അന്നത്തെ അവസ്ഥ പറയുകയാണ് എന്താ പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് ഈ മിന്നൽ പോലെ പായെന്ന് പറഞ്ഞ് ഇന്നത്തെ ഹൈപ്പർസോണിക്കിൻ്റെ സ്പീഡ് അതറിയാം. മാക്ക് 22, 32, 33, 32 ഒന്നും ഏറ്റവും വലിയ മാക്ക് വേഗത. സെക്കൻഡിൽ ഇത്ര കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതാണ് ശാസ്ത്രീയ പഠനം മിസൈലിൻ്റെ വേഗത. അത് ഹൈപ്പർസോണിക് മിസൈലിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് ബഹിരാകാശത്തു കൂടിയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ബഹിരാകാശത്തിലെ വായുവിൻ്റെ പ്രതിരോധമില്ലാത്തവരോട് സഞ്ചരിക്കുമ്പോൾ അതിന് മിന്നൽ വേഗതയാണ്, ഹൈ സ്പീഡിലാണ് അതിൻ്റെ വേഗത. അങ്ങനെ വളരെ ഉയരത്തിലും, അതായത് 8000 അടി ഉയരത്തിൽ നിന്നുമുള്ള വസ്തുക്കളെ പോലും കണ്ടുപിടിക്കാൻ പറ്റിയതാണ് നമ്മുടെ S-300, 400 എന്നൊക്കെ പറയുന്ന റഷ്യയുടെ റഡാർ സംവിധാനങ്ങൾ. 8000 കിലോമീറ്റർ ഉയരത്തിൽ. അപ്പോൾ എത്രമാത്രം ഉയരത്തിലാണ് ഈ പോകുന്ന മിസൈലിനെയും താഴെ ഇരിക്കുന്ന ഭൂമിയിലിരിക്കുന്ന നമ്മുടെ റഡാറുകൾ കണ്ടുപിടിക്കും. പക്ഷേ അവിടെ മറ്റൊരു സംഭവം നടക്കും. ഈ ഹൈപ്പർസോണിക് മിസൈൽ ബഹിരാകാശത്ത് വരുമ്പോൾ ഇത് ഇസ്രായേലിനെതിരെയാണ് വരുന്നത്. ഗോഗ് യുദ്ധം വരുന്നത് ഇസ്രായേലിനെ തകർക്കുക, ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിന് വേണ്ടിയുള്ള സഖ്യരാഷ്ട്രങ്ങളെല്ലാം കൂടി വരുമ്പോൾ അവരുടെ മിസൈൽ ബഹിരാകാശത്തൂടെയാണ് വരുന്നത്. അപ്പം ബഹിരാകാശത്തൂടെ വരുന്ന ആണവ മിസൈലുകളെ എന്തു സംഭവിക്കുന്നു അറിയുമോ? അവിടെ വെച്ച് വെടിവെച്ചിടുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ സാധിക്കില്ല. ഭൂമിയിൽ നിന്ന് ഏത് വെടിവെച്ചാലും ഏത് മിസൈൽ വിട്ടാലും അത്ര 8000, 10000 കിലോമീറ്റർ ഉയരത്തിൽ കൂടെ വരുന്ന മിസൈലുകളെ താഴെയിടാൻ പറ്റുകയില്ല. അത് ഹൈ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അതിന് സർവശക്തനായ ദൈവം ഇസ്രായേൽക്കാർക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു ജ്ഞാനം, അതായത് പുതിയൊരു ആയുധം. ആ ആയുധം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. പുസ്തകത്തിൽ എഴുതി വെച്ചത് ഇങ്ങനെയാണ്. സക്രിയ പുസ്തകം 12-ാം അധ്യായം 4-ാം തിരുവചനം, സക്രിയ 12:4, ജനതകളുടെ കുതിരകളെ അന്ധമാകുന്ന അന്ന് ഞാൻ യൂദാഭവനത്തെ കടാക്ഷിക്കും. അതിന് പറയുന്നത് അയൺ ബീം, അയൺ ഡോമുണ്ട്. അതിപ്പോൾ നമ്മൾ ലോകപ്രശസ്തമാണ്, എല്ലാവരും കണ്ടുകിട്ടും. അയൺ ബീം എന്ന ലേസർ രശ്മി ഉപയോഗിച്ചാണ് വെടിവെക്കുന്നത്. ലേസർ രശ്മിയുടെ വേഗത എന്താണ്? ഒരു മിസൈൽ ഇങ്ങനെ പറന്ന് ആകാശത്തിൽ കൂടെ വരുമ്പം അതിനേക്കാൾ പ്രകാശരശ്മിയാണല്ലോ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന സംഭവം. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സംഭവം ഈ ലോകത്തില്ല. കാറ്റോ വായുവോ ശബ്ദമോ ഒന്നും സംഭവിക്കില്ല. പ്രകാശം പോലും, സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം പോലും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഭൂമിയിൽ വരുള്ളൂ. എന്നാൽ അതിൻ്റെ പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലേസർ രശ്മികൾ. ഈ ലേസർ രശ്മികൾ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വചനരൂപമാണ് എഴുതി വെച്ചിരിക്കുന്നത് ഹൈപ്പർസോണിക്. അതായത് സക്രിയ 12:4, ജനതകളുടെ കുതിര എന്ന് പറയുന്നത് മിസൈലുകൾ. അന്ന് കുതിരയായിരുന്നു വേഗതയുള്ള വാഹനം. ഇന്ന് കുതിരകൾ എന്ന് പറയുന്നത് കുതിര ശക്തിയുള്ള മിസൈലുകൾ. ജനതകളുടെ കുതിരകളെ അന്തമാക്കുന്ന അന്ന് ഞാൻ യൂദാഭവനത്തെ കടാക്ഷി. യൂദാഭവനം ആരാണ്? ഇന്ന് ജീവിച്ചിരുന്ന ഇസ്രായേൽ ഗോത്രങ്ങൾ. അതിൽ യൂദാഭവനം, യൂദ എന്ന് പറയുന്ന സിംഹരാജാവിൻ്റെ മക്കളായ ഇസ്രായേൽ ജനം. ആ ഇസ്രായേൽ രാഷ്ട്രം ലോകത്തിലെ സിംഹരാഷ്ട്രമാണ്. ആര്? ഇസ്രായേൽ രാഷ്ട്രം. സിംഹരാജാവാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു. ഇന്നത്തെ പട്ടാളക്കാരെല്ലാം സിംഹ സ്വഭാവമുള്ളവരാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തന്മാരാണ്, ധീരന്മാരാണ്. അവരുടെ ഒരു മിസൈലാണ്, അവരുടെ ഒരു യന്ത്രമാണ് അയൺ ബീം. അതുപയോഗിച്ച് ബഹിരാകാശത്തിൽ വരുന്ന ആണവ മിസൈലുകളെ ഭൂമിയിൽ നിന്ന് ലേസർ രശ്മി ഉപയോഗിച്ച് അവിടെ വെച്ച് കത്തിക്കും. അത് കത്തിക്കും. ബഹിരാകാശത്ത് ഭീമാകാരമായ വലിയ ആണവ സ്ഫോടനം നടക്കും. ആ സ്ഫോടനത്തിൻ്റെ ശക്തി, അതിൻ്റെ പ്രകാശത്തിൻ്റെ ശക്തി, അതിൻ്റെ ലേസർ രശ്മിയുടെ ശക്തി മനുഷ്യബുദ്ധിക്ക് ഇപ്പോൾ ചിന്തിച്ചാൽ ഒരു വിധത്തിലും പിടുത്തം കിട്ടുകയില്ല. ഒരു വിധത്തിലും നമുക്കത് ഭാവനയെ കണ്ട് ചിന്തിക്കാൻ പറ്റില്ല. സൂര്യനേക്കാൾ, അതായത് യേശയ്യാപ്രവചന പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 7 ദിവസത്തെ സൂര്യൻ ഒന്നിച്ചുദിച്ചാൽ ഉണ്ടാകുന്ന സൂര്യപ്രഭ, അതിൻ്റെ ചൂട് ഈ ബഹിരാകാശത്തുണ്ടാകുന്ന
ഈ ആണവ സ്ഫോടനത്തിലുണ്ടാകുന്നു. 7 ദിവസം സൂര്യൻ ഒറ്റ സെക്കൻഡിലും ഉദിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു ദിവസം നമുക്കറിയാം, ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നു, അതിൻ്റെ 12 മണി, പകൽ 12 മണി സമയത്ത് ഒരു 36-32 ചൂട്. അപ്പോൾ ആ ചൂരെല്ലാം കൂടി ഈ 7 ദിവസത്തെ സൂര്യൻ ഒറ്റ ദിവസം ഉദിച്ചാൽ എത്ര വലിയ പ്രകാശമായിരിക്കും പോലും മനുഷ്യൻ്റെ കണ്ണുകൾ അന്ധമായി പോകും. അപ്പോൾ ഈ ലേസർ രശ്മി ഉപയോഗിച്ച് അതിനെ ബഹിരാകാശത്ത് പറന്ന് നടക്കുന്ന ഡ്രോണുകൾ തന്നെ ഇസ്രായേൽക്കാർ നിർമ്മിച്ച് ബഹിരാകാശത്ത് കൊണ്ടുവെക്കും. അതുപോലെ തന്നെ ബഹിരാകാശ പേടങ്ങൾ നിർമ്മിച്ച് ബഹിരാകാശത്ത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ശാസ്ത്ര സാങ്കേതിക വെച്ച് അവിടെ നമ്മൾ ഇവിടുന്ന് വഴിച്ചാൽ എത്താത്തത് ബഹിരാകാശത്ത് കൊണ്ട് സ്ഥാപിച്ച് നമ്മുടെ ഈ നിലയങ്ങൾ പോലെ, അതായത് ഈ യന്ത്രങ്ങളുണ്ടല്ലോ നമ്മുടെ സാറ്റലൈറ്റ് പോലെ, ആ സാറ്റലൈറ്റ് പോലുള്ള സാധനങ്ങളെ കൊണ്ട് അവരോട് വെച്ചിട്ട് അവിടുന്ന് ബഹിരാകാശത്തിൽ നിന്ന് അതിൻ്റെ ഉയരത്തിൽ കൂടെ വരുന്ന മിസൈലുകളെ കത്തിച്ചു കളയും. അത് ഭൂമിയിലേക്ക് വല്ല അവിടെ തന്നെ പൊട്ടും. അങ്ങനെ 1ഉം 2ഉം അല്ല പൊട്ടുന്നത്, വ്യൂഹങ്ങളായിട്ടാണ് പൊട്ടുന്നത്. അതായത് ആണവ മിസൈലുകളുടെ ഒരു വ്യൂഹം 100 എണ്ണത്തിൻ്റെ വ്യൂഹം, 1000 എണ്ണത്തിൻ്റെ വ്യൂഹം, 2000 എണ്ണത്തിൻ്റെ വ്യൂഹം, ഇങ്ങനെ ആയിരക്കണക്കിന് മിസൈലുകളാണ് ബഹിരാകാശത്തോട് വരുന്നത്. അതെപ്പോഴും രാത്രിയിലും പകലും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഇവിടുന്ന് ഈ യന്ത്രം ഉപയോഗിച്ച് അയൺ ബീം എന്ന ലേസർ രശ്മി ഉപയോഗിച്ച് ഈ ബഹിരാകാശത്തെ ഭൂമി അവിടെ വെച്ച് കത്തിക്കുമ്പോൾ സൂര്യൻ്റെയൊക്കെ ഭ്രമണപഥത്തിലും സൂര്യൻ്റെയൊക്കെ കീഴെയും തൊട്ടടുത്തൂടെയും പോകുന്ന അതിൻ്റെ തൊട്ടടുത്തൂടെ ആയിരിക്കില്ല, എന്നാൽ പോലും ഭീമാകരമായ ആണവ സ്ഫോടനം ഉണ്ടാകുമ്പോൾ അതകർത്ത പറഞ്ഞ അന്ന് നട്ടുച്ചയ്ക്ക് ഞാൻ സൂര്യനെ അന്ധകാരത്തിലാഴ്ത്തും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, ഭൂമി കത്തിച്ചാമ്പലാവും. അപ്പോൾ ഒരു സംഭവം നടക്കും പ്രിയപ്പെട്ടവരെ. ബഹിരാകാശത്ത് നമ്മൾ മനസ്സിലാക്കാണ്ട് ചില നമ്മൾ ബൈബിളൊന്നും ഈ വിസ്തരണത്തിലൊന്നും പറഞ്ഞ കാര്യങ്ങൾ ഇത് രീതിയിലൊന്നും നിങ്ങൾക്ക് ഒരിടത്തും ക്ലാസ്സും അറിവും കിട്ടാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ മനസ്സിലാക്കി നിങ്ങൾ പറയുന്ന ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ലോകാവസാനം എന്ന സത്യം എങ്ങനെയാണെന്ന് വിസ്തരണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വേറെ രീതിയിലൂടെ പറയാം. അത് നാഹൂം പ്രവാചകന്റെ പുസ്തകം. അതായത് അങ്ങനെ 100 കണക്കിന് 1000 ബഹിരാകാശത്ത് മിസൈൽ വരുമ്പോൾ ശൂന്യാകാശത്ത് മുഴുവനും 100 കണക്കിന് 1000 ആണവ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ബഹിരാകാശ നക്ഷത്രങ്ങളും ബഹിരാകാശ ഉൽക്കകളെല്ലാം ഭൂമിയിലേക്ക് നിവദിക്കും. അതെല്ലാം ബൈബിൾ എഴുതിയിട്ടുണ്ട്, വിശുദ്ധത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബഹിരാകാശത്ത് പൊട്ടുന്ന സൂര്യൻ്റെ ആ ആണവ സ്ഫോടനത്തിൻ്റെ ലേസർ രശ്മികൾ, അതിൻ്റെ രശ്മികൾ, അതിൻ്റെ വികിരണങ്ങൾ, അതിൻ്റെ റേഡിയേഷൻ ഏറ്റിട്ട് എന്ത് സംഭവിക്കും? ഭൂമിയിൽ ആ സമയത്ത് ഉപരിതലത്തിൽ ധാരാളം മിസൈലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓരോ രാഷ്ട്രങ്ങളും എതിർ രാഷ്ട്രങ്ങളിലേക്ക് വിക്ഷേപിക്കാൻ വേണ്ടി ഇങ്ങനെ മിസൈൽ ലോഞ്ചറുകൾ ഭൂമിക്ക് മുകളിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ലേസർ രശ്മി ഏറ്റ് എന്ത് ചെയ്യും? ഭൂമിയിലെ ആണവ ആയുധങ്ങളെല്ലാം കൂടെ ഒരൊറ്റ പൊട്ടം കൂട്ടും. അതുപോലെ തന്നെ വെള്ളത്തിനടിയിൽ കടലിനടിയിൽ ഈ മുങ്ങിക്കപ്പലുണ്ട്. മുങ്ങിക്കപ്പലുകളിൽ ധാരാളം ആണവ മിസൈലുണ്ട്. ഓരോ രാഷ്ട്രത്തിനും ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ ഭൂമിക്ക് ഉള്ളിലുണ്ട്, ഭൂമിയുടെ പുറത്തുണ്ട്, കടലിലുണ്ട്, ബഹിരാകാശത്തുണ്ട്. ഭൂമിയുടെ എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ട്? വലിയ വലിയ ആണവ മിസൈലുണ്ട്. ഇതെല്ലാം ഈ രീതിയിൽ പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി ഒറ്റ പൊട്ടങ്ങ് പൊട്ടും. ഒറ്റ സെക്കൻഡിൽ ബുമ്മെന്നൊരു പൊട്ടങ്ങ് പൊട്ടിയാൽ ലക്ഷക്കണക്കിന് ആണവ ആയുധങ്ങളുടെ സ്ഫോടനത്തിൽ ഈ ഭൂമി എന്ന് പറയുന്നത്, അതാണ് 1 പത്രോസ് എഴുതി വെച്ചിരിക്കുന്നത്, മൂലപദാർത്ഥങ്ങളിൽ എരിഞ്ഞ് ചാമ്പലാകും. അതിൽ അങ്ങനെ തന്നെ എഴുതി, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും, ഭൂമി മുതൽ സമസ്ത വസ്തുക്കളും കത്തി നശിക്കും, കടലിൻ്റെ ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമം ഉണ്ടാക്കും, കടലിനടിയിൽ ഇതിന് രശ്മി ഏറ്റിട്ട് ആണവ സ്ഫോടനം ഉണ്ടാകും, കടൽ ആകാശത്തിലേക്ക് ഉയരും. അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതേപടി തന്നെ ഇങ്ങനെ എഴുതിച്ചിരിക്കുന്നത് നിങ്ങൾ കേൾക്കണം. ഇവിടെ നാഹൂം പ്രവാചകന്റെ പുസ്തകം അത് എഴുതി വെച്ചിട്ടുണ്ട്. നാഹൂമിൻ്റെ പുസ്തകത്തില്ല, സെഫാനയുടെ പുസ്തകത്തിലാണ് അത്ര വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. സഫാനയുടെ പുസ്തകം 1-ാം അധ്യായം. ആ 1-ാം അധ്യായത്തിൽ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം ചാണകം പോലെയും ചിതറും. ആലോചിക്കണം, ഭൂമിയിൽ ആണവ സ്ഫോടനം നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം പറഞ്ഞത്. അവരുടെ രക്തം പൊടി പോലെ, അമിതമായി ചൂട് കൊണ്ടാണ് ഈ ആണവ സ്ഫോടനം. ചൂടാണ്, തീയാണ്, അഗ്നിയാണ്. നമുക്കറിയാം മറ്റ് മിസൈലിന് വീണ് പൊട്ടുമ്പോൾ തന്നെ അഗ്നിയാണ് നടക്കുന്നത്. മറ്റേ ആണവ സ്ഫോടനം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? 10,000 ഡിഗ്രി, 8,000 ഡിഗ്രി, 20,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടായിരിക്കും ആണവ സ്ഫോടനത്തിന്. അപ്പോൾ എന്താ ചെയ്യും? അവരുടെ രക്തം പൊടി പോലെയായി പോകും. പൊടി പോലെ ഒരു മനുഷ്യൻ്റെ മേത്ത് ഒരു റേഡിയേഷൻ ആയിട്ട് അവൻ പൊടി പോലെ ആവിയായി പോകും. ആവി അത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാണ്. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം ചാണകം പോലെയും ചിതറും. അപ്പോൾ അതിന് കിലോമീറ്റർ ദൂരെ ആയിരിക്കും ഒരു ആണവ സ്ഫോടനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഫോടനത്തിന് ശക്തി കൊണ്ട് നമ്മൾ നിൽക്കുന്ന ഇപ്പം നമ്മുടെ ശരീരത്തിൽ മാംസങ്ങൾ ചിതറിപ്പോവും, നമ്മൾ ആവിയായിപ്പോവും. അങ്ങനെയുണ്ട് കേട്ടോ. 6 മാസം
കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവരുടെ വെള്ളിക്കോ സ്വർണത്തിനോ അവരെ രക്ഷിക്കാനാവുകയില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇന്നത്തെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം, ഇന്നത്തെ ഫ്രഞ്ച് ഭാഷാ പഠനം, ലാറ്റിൻ ഭാഷാ പഠനം, കാനഡ ജോലി, അമേരിക്ക ജോലി, ഓസ്ട്രേലിയ ജോലി, ഇസ്രായേൽ ജോലി, ലണ്ടൻ ജോലി, അമേരിക്കൻ ജോലി, ഇനി എന്തെല്ലാം ജോലി, എന്തെല്ലാം സാധനം മേടിച്ച് കൂട്ടുകയാണ്. 2 നിലവാർക്ക് വീട്, ഇന്നോവക്കാർ, സ്വർണ്ണങ്ങൾ, അവരുടെ സ്വർണ്ണത്തിനോ വെള്ളിക്കോ, വെള്ളി എന്ന് പറഞ്ഞാൽ സ്ഥാനമാനം കൊണ്ട് അർത്ഥമുണ്ട്, സ്വർണ്ണം എന്ന് പറഞ്ഞാൽ സമ്പത്ത്, ധനം, സ്ഥാനമാനങ്ങൾ നേടുക. ഞാൻ ഈ നേതാവാണ്, ഞാൻ ആ നേതാവാണ്, ഞാൻ ഈ മെത്രാനാണ്, ഞാൻ ആ മാർപ്പപ്പയാണെന്നും പറഞ്ഞ് എവിടെ സ്ഥാനമാനം പിടിച്ചു നിന്നോ. അപ്പം എന്താ സംഭവിക്കുന്ന കർത്താവ് പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയോ? അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം ചാണകം പോലെയും ചിതറും. എഴുതി വെച്ചിരിക്കും, നമ്മൾ നോക്കണം, മനസ്സിലാക്കണം. കർത്താവിൻ്റെ ക്രോധത്തിനെതിൽ അവരുടെ വെള്ളിക്കോ സ്വർണ്ണത്തിനോ അവരെ രക്ഷിക്കാനാവില്ല. ഇനിയുള്ള വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെറുതെ കേട്ടപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അതിൻ്റെ ആശയം മനസ്സിലാക്കണം. ആ അർത്ഥം കർത്താവ് എഴുതി വെച്ച വചനത്തിൻ്റെ നിഗൂഢാർത്ഥം മനസ്സിലാക്കണം. എന്താ എഴുതി വെച്ചറിയോ? അസഹിഷ്ണുമായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ, അതായത് ഈ പ്രശ്നം നടക്കുമ്പോൾ കർത്താവിന് പിന്നെ സഹിക്കാൻ പറ്റില്ല. കർത്താവ് എന്നെ സഹിഷ്ണുത കാണിക്കില്ല, സൗമ്യത മനുഷ്യനോട് കാണിക്കുകയില്ല. ഒരു സ്നേഹമോ ഒരു അംഗീകാരം ലോകമോ ഭൂമിയോ, മനുഷ്യൻ സൃഷ്ടിച്ച സഭയോ, ദൈവം സൃഷ്ടിച്ച സഭയോ, ദൈവം സൃഷ്ടിച്ച ഭൂമിയെയോ, ദൈവം സൃഷ്ടിച്ച സൂര്യനെ ചന്ദ്രനെയോ, ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തെയോ സൗരയൂഥത്തെയോ കർത്താവിന് സഹിഷ്ണുതയോടെ കാണുകയില്ല. അസഹിഷ്ണുമായിരിക്കുന്ന ക്രോധത്തിന് ദിനം കർത്താവ് പറയും, നശിക്കട്ടെ, ഈ ഭൂമി നശിക്കട്ടെ, സൗരയൂഥം നശിക്കട്ടെ, സൂര്യനും ചന്ദ്രനും ഭൂമി വേണ്ട, ഒരു മനുഷ്യനും ഭൂമി വേണ്ട. ഇനി എന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, എന്നോട് കൂടെ നിത്യജീവന് പോരാൻ വേണ്ടി തയ്യാറായി ഒരുങ്ങിയിരിക്കുന്ന വിശുദ്ധിയുടെ നിറകുടങ്ങളായി കർത്താവെ കർത്താവ് എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന പലരുണ്ട്. അത് അവിടെ ഇവിടെ ഉണ്ട്, അവരെ ഞാൻ സംരക്ഷിക്കും. എന്നൊരു കർത്താവ് എന്ന് പറഞ്ഞേ, അസഹിഷ്ണുവായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോവും. ഭൂവാസികളെ മുഴുവൻ അവിടുന്ന് പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും. ഹല്ലേലൂയ. അതിൻ്റെ മത്തായിയുടെ സുവിശേഷം പറയുന്നതാണ്, മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോൾ ഭൂമി ഇല്ലാണ്ടാവുമോ? എല്ലാവരും പറയുന്നുണ്ട്, ചേട്ടൻ മരിച്ചാൽ ചേട്ടൻ ലോകം അവസാനിച്ചു, സൂര്യനും ചന്ദ്രനും അങ്ങനെ നീക്കിക്കൊണ്ടോ ഭൂമി ഉണ്ടോ? സ്വോത്രം മോത്തോ. ഹല്ലേലൂയ. കത്തോലിക്ക സഭയെ, പ്രിയപ്പെട്ട മാർപ്പാപ്പായെ, പ്രിയപ്പെട്ട ആഗോള സഭയെ, പ്രിയപ്പെട്ട മെത്രാന്മാരെ, കർദിനാൾമാരെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, കന്യാസികളെ, പ്രിയപ്പെട്ട കേരളത്തിലെ വചനപ്രഘോഷകരെ, ലോകമുള്ള വചനപ്രഘോഷകരെ, പന്തക്കോസ്ത് വിഭാഗങ്ങളെ, ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഭൂമിയിലെ മുഴുവൻ ജനങ്ങളെ, ആഗോള തിരുസഭയെ, എല്ലാ കത്തോലിക്കരെ, എല്ലാ അകത്തോലിക്കരെ, പ്രിയപ്പെട്ട ലോകമേ, 800 കോടി ജനമേ, ഇതാ കർത്താവിൻ്റെ ദിനം ഇങ്ങനെ അങ്ങോട്ട് വരുന്നത് വ്യക്തമായിട്ട് തന്നെ ശാസ്ത്രീയമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഹൈപ്പർസോണിക് മിസൈൽ എന്താണ്, ലേസർരശ്മി എന്താണ്, അത് ശാസ്ത്രീയമാണ്, എന്നാൽ അത് വചനവുമാണ്. അപ്പോൾ അതെന്നാണ് സംഭവിക്കുന്നത്? ഇതിന് ഡേറ്റ് എന്താണ്? അതാണ് ഈ കേട്ടത് മുഴുവൻ. 2030 മാസം, ജൂൺ മാസം മുതൽ 2033 യുഗം അവസാനിക്കും. അതാണ് യുഗാന്ത്യം എന്ന് പറയുന്നത്. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യേശു മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് 2033 കർത്താവെ വിളിച്ചാൽ കർത്താവ് കേൾക്കും. അത് കഴിഞ്ഞ് പിന്നെ കർത്താവെന്ന് വിളിച്ചാൽ കർത്താവ് പറയും, ഇല്ല നീ എന്നെ കർത്താവിനെ വിളിക്കണ്ട, ഞാൻ നിനക്കൊരു അനുഭവം അങ്ങോട്ട് വിടുന്നു, ഇതാ പിടിച്ചോളാൻ പറയും. എന്നിട്ട് എന്താ പറയുന്നത്? അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം ചാണകം പോലെയും ചിതറും. ഹല്ലേലൂയ. അവിടെയും ഇസ്രായേലിനെ സംരക്ഷിക്കും പറയപ്പെട്ട ഒരവസരം. ജെറുസലേമിന് കിഴക്കുള്ള ഒലിമലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും, സർവ്വസ്നായ യേശു നിലയുറപ്പിക്കും. എന്നിട്ട് യുദ്ധത്തിൽ എന്ന പോലെ അവിടുന്ന് അവർക്ക് വേണ്ടി പടപൊരുതും. സക്രിയാപ്രവചന പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. സക്രിയാപ്രവചന പുസ്തകത്തിൽ ഈ ചുമ്മാതെ പറയാൻ നല്ല പറയുന്ന സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം വചനം മനസ്സിലാക്കി വെച്ചിട്ട് വേണം പറയാൻ. എന്താണ് വന്നിരിക്കുന്നത്? കർത്താവിൻ്റെ ദിനം, ഞാൻ സകല ജനതകളെയും ഒരുമിച്ച് കൂട്ടി ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുത്തും. അവർ പട്ടണം പിടിച്ചടക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്യും. അതെന്ന് വെച്ചാൽ ഈ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് ഈ കാലഘട്ടം യേശു ക്രിസ്തുവിനെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ സ്വന്തമായ ജീവൻ നയിക്കുന്ന ഈ കാലത്ത് അവർക്ക് കുറച്ച് വേദനയും പ്രശ്നങ്ങളും ദൈവം കൊടുക്കും. പല സംഭവങ്ങളും അവിടെ നടക്കും, പല വേദനകളും അവിടെ നടക്കും. എന്നിട്ട് എന്താ കർത്താവ് പറയുന്നത്? അപമാനിക്കുകയും ചെയ്യും. നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പോവും. പകുതി ഇട്ടച്ചോടും, പകുതി അവിടെ താമസിക്കും. മനസ്സിലാക്കണം ഈ സമയങ്ങളിൽ. എന്നാൽ ശേഷിക്കുന്ന ജനത്തെ നഗരത്തിൽ ഞാൻ വിച്ഛേദിക്കുകയില്ല. കർത്താവ് പുറപ്പെട്ട് യുദ്ധത്തിൽ എന്ന പോലെ ആ ജനതയോട് പൊരുതും. അതായത് ഇസ്രായേലിനെതിരെ വരുന്ന ജനത്തോട് കർത്താവ് യുദ്ധത്തിൽ എന്നതുപോലെ തന്നെ കർത്താവ് തന്നെ നേരിട്ട് യുദ്ധം നയിക്കും. ജെറുസലേമിന് കിഴക്കുമുള്ള ഒലിമലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും. എന്ന് നിലയുറപ്പിക്കുമെന്ന കർത്താവ് പറഞ്ഞേക്കുന്നേ. ഹല്ലേലൂയ. ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇസ്രായേലിനെതിരെ വരുന്ന ചെയ്യാൻ വരുന്ന സകല ജനതകളും കർത്താവ് ആദ്യം കുറച്ച് കർത്താവ് അനുവദിക്കും.
ഇവർ ജനം യേശുവെ എന്നൊന്ന് വിളിക്കണമല്ലോ. കർത്താവിൻ്റെ തിരുരക്തം ഭൂമിയിൽ വീണതാണ്. കർത്താവിൻ്റെ തിരുരക്തത്തിന് കത്തോലിക്ക സഭയ്ക്കൊന്നും ഒരു വിലയും ഇപ്പോൾ കാണുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. കർത്താവിൻ്റെ തിരുരക്തമാണെന്ന് പറഞ്ഞ് കുർബാന എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് വായിലേക്ക് ഒരെണ്ണത്തിന് ഒരു വിലയില്ല. എറണാകുളത്തെ അടി, ലോകത്തെ അടി, എത്രയാ അടി, ഏതെല്ലാം അടി നടക്കുന്നു. ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ വിലയുണ്ടോയെന്നറിയാൻ ഇവിടുത്തെ അച്ഛന്മാരും ഇവിടുത്തെ കത്തോലിക്ക സഭയും ഈ ലോകത്തിലെ മുഴുവൻ ജനയും യേശുവിൻ്റെ തിരുരക്തം ഭൂമിയിൽ വീണത് സത്യമാണെന്ന് ലോക ചരിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് ഇസ്രായേലിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ തിരുരക്തത്തിൻ്റെ വില അറിയുന്ന സമയം ഇതാ വരുന്നു. കേവലം 8 വർഷം, 8 വർഷമുള്ളൂ പ്രിയ സഹോദരൻ. ഇപ്പോൾ മനസ്സിലായോ യുഗാന്തി എന്താണെന്ന്? മനസ്സിലാവുന്നുണ്ടോ? ഇനി സംശയമുള്ളവർക്കൊക്കെ ചോദിക്കാം കേട്ടോ. ഇതിനപ്പുറത്ത് ഈ ക്ലാസ്സിന് സംശയം ചോദിച്ചാൽ ഉത്തരം തരികയല്ലേ, അതുകൂടെ പറഞ്ഞേക്കാം. ഇതിനൊരു ഉത്തരം തരാനില്ല. ഇത് അത്ര വ്യക്തമായി, സുവ്യക്തമായി ഇത് കൂട്ടൊരു ക്ലാസ് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിട്ട് 800 കോടി ജനത്തിൽ ഒരിടത്തു നിന്ന് കിട്ടില്ല നിങ്ങൾക്ക്. ഹല്ലേലൂയ. ഇതാണ് വെളിപ്പെടുത്തൽ ക്ലാസ്. അതുകൊണ്ട് അത്ര ശക്തമായിട്ട് ധീരതയോടെ വ്യക്തമായിട്ട് പറയുന്നു. 800 കോടി ജനത്തിൽ നിന്ന് ലോകാവസാനത്തിൻ്റെ ക്ലാസ് ഈ ഭൂമിയിൽ ഒരിടത്തും കിട്ടില്ല. അത് നിങ്ങൾ ഓർത്ത് വെച്ചു. അതുകൊണ്ട് അത്ര വ്യക്തമായിട്ട്, ശക്തമായിട്ടും സുവ്യക്തമായിട്ടും പറയുന്നു. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ്. 2033 യുഗാവസാനം. യേശു ക്രിസ്തു പറയുന്നുണ്ട്, യുഗാന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങളുടെ കൊണ്ടായിരിക്കും. വിശുദ്ധ പൗലോസിലെ കൊറിന്തോസ് ലേഖനത്തിൽ എഴുതി, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് ഇത് തിന്മയുടെ യുഗമാണ്, പാപത്തിൻ്റെ യുഗമല്ല. പാപം എന്നാണ് പഴയ നിയമങ്ങളെല്ലാം പറയുന്നത്. നിങ്ങൾ പാപം ചെയ്യരുത്, ഈശോ പറഞ്ഞു പാപം ചെയ്യരുത്, പാപം ചെയ്യരുത്. നിങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയും, നിങ്ങളുടെ പാപങ്ങൾ വെറുത്തുപേക്ഷി. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പാപം എന്ന് പോലും ഇന്നത്തെ കുമ്പസാരിക്കാൻ പോകുന്ന നമ്മുടെ അച്ഛന്മാരോടോ മെത്രാന്മാരോടോ അച്ഛൻ എന്താ പാവം എന്ന് ചോദിച്ചാൽ അവരെന്താ പറയുക? നമ്മളെന്താ പഠിപ്പിച്ചത്? നമ്മളെന്നാ പഠിച്ച് അറിഞ്ഞിരിക്കുന്നത്? നമ്മളെന്താ എന്ത് പാവമാണ്? 4 രീതിയിലാണ് പാപത്തിൻ്റെ ഘടന കിടക്കുന്നത്. അതിന് കുമ്പസാരത്തെ ക്ലാസ്സാണ്, അത് ഞാൻ ഇവിടെ പറയില്ല. അത് ഈ യേശുവിൻ്റെ വരവിൻ്റെ ഒരുക്കത്തിനായിട്ട് 27 ആഗോള യുദ്ധം വെടിപൊട്ടുമ്പോൾ ഒന്ന് കുമ്പസാരിച്ചേക്കാന്ന് പറഞ്ഞാൽ ആരും ഓടാൻ നിന്നേക്കരുത് കേട്ടോ. ഓടുകയല്ല, നിങ്ങളുടെ പരക്ക് പുറത്തിറങ്ങല നിങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് 27 മുമ്പ് എത്ര ദിവസവും സമയം ഉണ്ടോ അതിനുള്ളിൽ എങ്ങോട്ട് വേണമെങ്കിലും ഓടിക്കോ. ഇപ്പം നമുക്ക് അത്യാവശ്യം കുമ്പസാരിക്കോ, ഒരു ധ്യാനം കൂടോ, എല്ലാത്തിനും ചെറിയ സംവിധാനം ഇപ്പോൾ ഉണ്ട്. ഹല്ലേലൂയ. അത് കഴിഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, ഓരോ 27, 28 സംഭവിക്കും. ഓരോ മുദ്ര പൊട്ടുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ മുദ്രയും പൊട്ടുമ്പോൾ എന്ത് ഭൂമിയിൽ സംഭവിക്കും അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? കേരള സഭയിലെ അച്ഛന്മാർക്ക് സംശയമുണ്ടോ? ഭാരതസഭയിലെ മാർപ്പാപ്പയ്ക്ക് സംശയമുണ്ടോ? ലയോ വന്നാലും മാർപ്പാപ്പയ്ക്ക് സംശയമുണ്ട്, എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അച്ഛന്മാരും എത്ര തിയോളജിയൊക്കെ പഠിച്ച ധാരാളം അച്ഛന്മാരുണ്ട്. വിശുദ്ധ അറിയാവുന്ന എത്ര അച്ഛന്മാരുണ്ട് കേരള സഭയിലും ഭാരതസഭയിലും ആഗോളസഭയിലും. എത്രയോ തിയോളജി പഠിച്ച് ഡോക്ടറേറ്റുള്ള അച്ഛന്മാർ. എന്നെ വിളിക്കാം, എത്രമാനെ വിളിക്കാം, മാർപ്പാപ്പയ്ക്കും വിളിക്കാം. എന്നെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് ഒരു മറുപടി ഞാനിത് പറയാല, കാരണം അതുപോലത്തെ ക്ലാസ് കൊടുത്തേക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരിടത്തും ഒരു ക്ലാസ്സും കിട്ടത്തില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് തരുക, എല്ലാം വചനത്തിനടിസ്ഥാനത്തില്ല, സംഭവിക്കുമോ ഇല്ലയോ. അതുകൊണ്ട് എത്ര വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതിൻ്റെ തന്നെ വചനങ്ങൾ ഒരു 4 വീഡിയോ ചെയ്യാനുള്ള വചനങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ അത്രയൊന്നും വിശദമായിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഹൈപ്പർസോണിക് മിസൈൽ എന്താണ്, അതെങ്ങനെ പൊട്ടും, അതെവിടെ പൊട്ടും, എങ്ങനെ ഭൂമി കത്തിച്ചാമ്പലാവും. നമ്മൾ വിചാരിക്കും അയ്യോ എത്ര ഉയരത്തിൽ സൂര്യൻ നിൽക്കും, ചന്ദ്രൻ നിൽക്കും, ചന്ദ്രൻ രക്തമയമായി മാറും. അപ്പോൾ ചന്ദ്രനെ കൊണ്ടുപോയിട്ടും വെക്കും ആണവായുധങ്ങൾ. ഇവിടെ നിന്ന് ഒരു ഞെക്കിയൊക്കെ റിമോട്ടായിട്ട് പൊട്ടിച്ച എയർ റോബോട്ട് കൊണ്ടാണ് ഈ യന്ത്രങ്ങളെല്ലാം പോകുന്നത്. എയർ റോബോട്ട് എന്ന് പറഞ്ഞ സാധനം എന്താണ്? അത് വലിയ ബുദ്ധിയുള്ള യന്ത്രമനുഷ്യനാണ്. ആ യന്ത്രമനുഷ്യനാണ് എന്ത് കൊണ്ടുപോകുന്നത്? ഈ മിസൈലുകളെ കൊണ്ടുപോകുന്നത്. ഈ മിസൈലുകളെ കൊണ്ടുപോയിട്ട് ബഹിരാകാശത്ത് വെച്ചിട്ട് എപ്പോൾ പൊട്ടണമെന്ന് ഇവിടുന്ന് തീരുമാനിക്കുന്നത്, ഭൂമിയിൽ നിന്ന്. ഇവിടുന്ന് ഒരു ഞെക്കിയൊക്കെ എയർ റോബോട്ട് അവിടെ കൊണ്ടുവന്ന് പൊട്ടിക്കാൻ ചെയ്യും. അപ്പോൾ പിന്നെ നടക്കുന്ന സംഭവങ്ങളാണ് അടുത്ത ക്ലാസ് ഞാൻ പറയുന്നത്. ഈ ക്ലാസ്സിനേക്കാൾ പ്രാധാന്യമുള്ള ക്ലാസ് അടുത്ത ക്ലാസ്സാണ്. അതായത് ഈ സംഭവം നടക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും അപ്രത്യക്ഷമാകുമ്പോൾ സൗരയൂഥത്തിൻ്റെ ഭാരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടും. ഭൂമിക്ക് എത്ര ടണ്ണ് ഭാരം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സൂര്യൻ അഗ്നി ആയതുകൊണ്ട് അതിന് വലിയ ഭാരമൊന്നും കാണും, അതിന് പ്രകാശ വസ്തു പോലെയാണല്ലോ. ചന്ദ്രനും മണ്ണും കാര്യമുണ്ട്, അതിനും ഭാരമുണ്ട്.
പിന്നെ യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഗ്രഹങ്ങളുണ്ട്. ഇതൊരു ബാലൻസിലാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഒരു ബാലൻസ്. ലക്ഷക്കണക്കിന് ടണ്ണ് ഭാരമുള്ളത് ഇങ്ങനെ റൗണ്ടിൽ ചുറ്റി കറങ്ങുമ്പോൾ ഒരു നിശ്ചിത ബാലൻസിലാണ് ഇതിങ്ങനെ ഓടിക്കൊണ്ട്. പ്രപഞ്ചത്തിൽ ഒരിടത്തും താങ്ങ് കൊടുത്തിട്ടില്ലല്ലോ, ഒരു കോൺക്രീറ്റ് തൂണയിലല്ലല്ലോ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കുന്നുള്ളത് വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണോ സ്വർഗം എന്ന രാജ്യമുണ്ടോ, സ്ഥലമുണ്ടോ, സത്യമാണോ, നീതിയാണോ, ഇത് ശരിയാണോ, സങ്കല്പമാണോ, ഇത് സ്വർഗത്തെ തള്ളിക്കളയാമെന്നുള്ളതാണോ, അതോ പാതാളത്തെ തള്ളിക്കളയാം? പാതാള സംഭവം ഇല്ല, അതൊന്നും ഇതൊർക്കും ഇത് വിഡ്ഢിത്തമാണ്, ഇത് ശൂന്യമാണെന്ന് പറയുന്ന ഏതൊരു ശാസ്ത്ര സാങ്കേതികത്വം ഏതൊരു വ്യക്തിയോടും ഇനി അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞ അതിൻ്റെ ഉത്തരം അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ, അടുത്ത ക്ലാസ് നിങ്ങൾ ഈ ലോകം എങ്ങനെ അവസാനിച്ച് പിന്നീട് എന്ത് സംഭവിക്കുന്നുള്ളത് നിങ്ങൾ അറിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിശുദ്ധ ഗ്രന്ഥത്തെ സ്നേഹിക്കും, യേശുക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കും, ആരാധിക്കുന്നതിൻ്റെ കാരണം ഇതുപോലെ സത്യസുവിശേഷം, സത്യവചനവും ഈ ലോകത്ത് ഒരു മതത്തിലോ ഒരു സ്ഥലത്തോ ഒരു ഒരിടത്തുള്ളതായിട്ട് ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. ഹൈന്ദവ മതം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം, മുസ്ലിം ഇസ്ലാം മതം അവിടെ ഉണ്ടെന്ന് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് കുറേ അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ. പിന്നെ ജൈനമതം, ബുദ്ധമതം, പിന്നെ കുറേ മതങ്ങൾ, അങ്ങനെ മതമില്ലാത്ത രാഷ്ട്രങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എന്നാൽ 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ സത്യങ്ങൾ അതിന്ന് വചന രൂപത്തിൽ അതിൻ്റെ യന്ത്രങ്ങളായിട്ട് ലോകത്ത് പുറത്തു വന്നപ്പോൾ ഇന്ന് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ട എല്ലാ യന്ത്രങ്ങളെയും വചന രൂപത്തിൽ വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹൈപ്പർസോണിക് മിസൈൽ എന്താണ്, ക്രൂയിസ് മിസൈൽ എന്താണ്, ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടച്ച് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്, സീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലൂ ഫിലിം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശുദ്ധഗ്രന്ഥത്തിൽ വചന രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കി തരാൻ പറഞ്ഞാൽ ആരുമില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ എൻ്റെ എല്ലാം പുറകെ പോയിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദരനെ, പ്രിയപ്പെട്ട കത്തോലിക്ക സഭയെ, 140 കോടി വരുന്ന ലോകത്തിലെ കത്തോലിക്ക സഭയോടായിട്ട് ഞാൻ പറയുകയാണ്, ഈ വിശുദ്ധഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബോധ്യം വന്നാൽ വരട്ടെ, വന്നില്ലെങ്കിൽ വരണ്ട. അതുകൊണ്ടാണ് കർത്താവ് ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താൻ പോകണ ക്ലാസ്. ഏതാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വചനം പറഞ്ഞ വളരെ ശ്രദ്ധാർഹമാണ്. അത് അല്പം ഞാനുള്ളവർക്ക് മനസ്സിലാവും, ചിന്തിച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു വചനം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അറിയാമോ? ഹല്ലേലൂയ, സ്തുതിക്കുന്നു. അതിനുശേഷം മതിയാവുന്നു. കിഴക്കുന്ന പടിഞ്ഞാട്ട് പറയുന്ന മിന്നൽ പുണ്യായിരിക്കും മനുഷ്യത്തിനാകണം, ശവമുള്ളെടുത്ത് കഴുമാർ വന്നുവിടും. കർത്താവ് പറഞ്ഞൊരു വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ എന്തെന്നാൽ ലോകാരം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഉഗ്രപീഠം ഒന്നുണ്ടാകും, ആ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ഇതാ ക്രിസ്തു ഇവിടെ, ഇതാ ക്രിസ്തു അവിടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വഴിതെറ്റിക്കും. ഇതെല്ലാം കർത്താവ് പറഞ്ഞിട്ട് പറയാണ്, മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. കർത്താവ് പറഞ്ഞ വചനമാണ് മിന്നൽപ്പിണർ. യേശു ഭൂമിയിലേക്ക് വരുന്നത് ഈ 2024 ഫെബ്രുവരി 15-ാം തീയതി പകൽ 12 മണി ആകാനുള്ള 1 മണിക്കൂർ സമയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിയിലേക്ക് വർഷിക്കപ്പെടും. ദൈവാത്മാവിൻ്റെ സംസർഗം, ദൈവാത്മാവിൻ്റെ കാഹളധ്വനി അവിടെ ഇവിടെയും കേൾക്കാൻ തുടങ്ങും. വാനമേഘങ്ങൾ ആകാശം തീർത്തുമാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമാവും. ഭൂമിയും അതിലെ വസ്തുക്കളും കത്തിദശിക്കും. യുഗാന്ത്യം വരെ എന്നും യുദ്ധമുണ്ടായിരിക്കും. ഇങ്ങനെ ഓരോരോ വിഷയങ്ങളും ഭൂമിയിലേക്ക് വന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവെന്ന് നോക്കി ആകാംക്ഷയോടെ നോക്കി കാത്തിരിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് തൻ്റെ ദൂതന്മാരോടൊപ്പം ഭൂമിയിലേക്ക് എഴുന്നള്ളി വരും. കാരണം പിന്നീട് പ്രപഞ്ചമില്ല, ഈ ഭൂമിയില്ല, സൗരയൂഥമില്ല. അത് തൻ്റെ പൊന്നോമന മക്കൾ ലോകത്തു നിന്നും മേലേക്ക് നോക്കി യേശുവെ എഴുന്നള്ളി വരണമേ, ഞങ്ങളെ ഈ മഹാപീഡനത്തിൽ നിന്നും കാത്തുരണമേ, ഞങ്ങളുടെ ആത്മാവിനെ അവിടുന്ന് രക്ഷിക്കണമേ, അങ്ങയുടെ വിശ്വസ്തയെ ഓർത്ത്, സ്വർഗത്തെ മഹത്വത്തെ ഓർത്ത്, നിത്യജീവനെ ഓർത്ത് ഞങ്ങൾ നിലവിളിക്കുന്ന ഞങ്ങളുടെ പാവികളായ ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി പരിശുദ്ധയുടെ മധ്യസ്ഥത തേടി പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്ന ആ സമയത്ത് കുർബാനയില്ല, കുമ്പസാരമില്ല, ഒരു സഭയില്ല, വൈദികരിൽ ഒന്നുമില്ലാതെ രണ്ടാം മഹാപീഠത്തിന് 2030 കാലം മുതൽ ഇതൊന്നുമില്ലാതെ വരുമ്പോഴും യേശുവിന് വേണ്ടി തൻ്റെ ജീവനെ സമർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന് വേണ്ടി മാറ്റപ്പെട്ട ശരീരം, യേശുവിന് വേണ്ടി കരുതി വെച്ച തൻ്റെ ശരീരം, യേശു ക്രിസ്തുവിന് വേണ്ടി കരുതി വെച്ച മനസ്സും ആത്മാവും അശുദ്ധിക്ക് വിട്ടുകൊടുക്കാതെ പരിശുദ്ധി കൊണ്ട് നിറച്ച്, പരിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധ വചനങ്ങൾ കോരിക്കുടിച്ച്, യേശുവിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയെ എടുത്ത് ശിരസിൽ വെച്ച് യേശു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ ആ സമയത്തും ഉണ്ടാവും. അവർ എടുക്കപ്പെടും. അതുകൊണ്ടാണ് പത്രോസിലെയാണ് 2 പത്രോസ് വന്നിരിക്കുന്നത്. അപ്പോൾ മനുഷ്യപുത്രൻ വാനമേഖലാകുന്നതാവും. അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ സംവഹിക്കപ്പെടും. 2034
ഫെബ്രുവരി 15 പകൽ 11 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് ഈ സംഭവം നടക്കും. 7 വർഷം. ഹല്ലേലൂയ, ആമേൻ. പ്രിയ സഹോദരരെ, ബാക്കി ക്ലാസ്സുകൾ പറഞ്ഞാൽ ക്ലാസ് നീണ്ടുപോകും. അതുകൊണ്ട് ചുരുക്കുകയാണ്. എൻ്റെ ധ്യാന ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ കുമ്പസാരത്തിൻ്റെ ക്ലാസ്സിലും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ചോദ്യം ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. ഏത് ചോദിച്ചാൽ ഇവിടെ സ്വർഗത്തിലേക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ട്, സ്വർഗത്തിൽ ചെന്നാലുള്ള അവസ്ഥ എങ്ങനെയാണ്, സ്വർഗത്തിലേക്കുള്ള മനുഷ്യരീതി എങ്ങനെയായിരിക്കണം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റിയ ജീവിത രീതി എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് സ്വർഗത്തിലെ അവസ്ഥ, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിയൊരു ചോദ്യം ചെയ്യുക. എന്താണ് നിത്യജീവൻ എന്ന് ഒരാളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു അച്ഛനോട് അതിലും ചോദിച്ചാൽ എന്താ പറയുക, അവർക്ക് എന്താ പറയണത് അത് കേട്ട് നോക്കണം. അതിൽ ചോദിച്ചു നോക്ക്. എന്നിട്ട് ഞാൻ അടുത്ത ദിവസം എന്താ നിത്യജീവൻ എന്ന് എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്ന ആ നിഗൂഢ രഹസ്യം അനുസരിച്ചുള്ള ക്ലാസ്, അതിൻ്റെ ആ ഉത്തരം ഞങ്ങൾക്ക് പറയാം. അതുകൊണ്ട് ഈ ക്ലാസ്സിന് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. തെറ്റായ അഭിപ്രായം, മോശമായ കമൻറ്റുകൾ എത്ര ഉണ്ടെങ്കിലും അത് പ്രശ്നമില്ല. പക്ഷേ എന്നോട് സംശയം ചോദിക്കരുത്. അത്രമാത്രം വ്യക്തമായിട്ടാണ് ഈ ക്ലാസ് ഞാൻ തന്നിരിക്കുന്നത്. എന്ന് ചോദിച്ചാലും പ്രശ്നമില്ലോട്ട് പ്രിയ സഹോദരരെ, മാനുഷികമായിട്ട് ക്ലാസ് കേൾക്കുമ്പോൾ സംശയം ഉണ്ടാവും, ചോദിച്ചു. പക്ഷേ ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചോദ്യത്തിൻ്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അത്ര വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഹൈപ്പർസോണിക് മിസൈൽ എന്താണ്, ക്രൂയിസ് മിസൈൽ എന്താണ്, ആറ്റം ബോംബുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഭൂമി ഇല്ലാതെയാകുന്നത്, ഇത്രമാത്രം ഹൈ ചോദിച്ച 1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ശാസ്ത്രം പറയുന്നത്. 1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സൂര്യന് പോലും എത്രയാണ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് പറഞ്ഞു കേട്ടുള്ള 6000-8000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടം കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല, പുതിയ ശാസ്ത്രം എന്താ പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ ശാസ്ത്രീയമായിട്ട് പറഞ്ഞ അതിന് ഹൈഡ്രജൻ ബോംബുകൾ, ന്യൂക്ലിയർ ബോംബുകൾ, ജൈവ ബോംബുകൾ, അങ്ങനെ കുറേ വെപ്പൺസ് ഉണ്ട് പോലും. അതെല്ലാം കൂടെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ ഈ ഓരോ രാഷ്ട്രങ്ങളുടെ അടുത്തും എത്രയോ ബോംബുകളും സ്ഫോടന വസ്തുക്കളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഭൂമിയിൽ ഓവർ ചൂട് വന്നു കഴിയുമ്പോണ്ടല്ലോ, ഒരൊറ്റ പൊട്ടങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ അതാണ് അസഹിഷ്ണുവായ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ എന്തു സംഭവിക്കും? ഭൂമി മുഴുവനും വാസികളെ മുഴുവനും പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും. ഉന്മൂലനം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ ജന്മം കൊള്ളുന്നത് മണ്ണിൽ നിന്നാണ്. മണ്ണിൻ്റെ ശരീരത്തെ കർത്താവ്, നമ്മൾ ദൈവത്തെ മനുഷ്യനിങ്ങനെ മനഞ്ഞു വെച്ച് കുഴച്ച് മണ്ണ് കൊണ്ടാക്കി കർത്താവിൻ്റെ നാസാനത്തിന് ശ്വാസമൂതിക്കണം, ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ മനുഷ്യന് സൃഷ്ടിക്കപ്പെടുന്നു. നമ്മൾ വിശദം എന്ന് പറയുന്നു, നമ്മൾ പഠിക്കുന്നത് മനസ്സിലാകുന്നു. ഓക്കെ, അപ്പം മണ്ണിൽ നിന്നാണ് മനുഷ്യന് ജീവൻ നിലനിൽക്കുന്നത്. കാരണം ഭക്ഷണ സാധനമില്ലാതെ മനുഷ്യ ശരീരം ഭൂമി നിലനിൽക്കില്ല. ആത്മാവിനുള്ളതാണ് നമ്മൾ കുർബാന അല്ലെങ്കിൽ നിത്യജീവൻ അപ്പം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ ശരീരം നിൽക്കണമെങ്കിൽ പച്ചക്കറികളും പഴവർക്കുന്ന സാധനങ്ങൾ അതെല്ലാം മണ്ണിൽ നിന്നാണ്. മണ്ണ് ഉന്മൂലനം ചെയ്യുക. ഉന്മ എന്ന് പറഞ്ഞാൽ ഉത്ഭവം, തുടക്കം. ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂലാവസ്ഥകളെ തള്ളിക്കളയുക, മൂലാവസ്ഥകളെ ഇല്ലാതാക്കുന്നത്. മൂലപദാർത്ഥം വസ്തുവിൻ്റെ ആറ്റം എന്നാണ് പറയുന്നത്. ആറ്റം ആയ സംഭവത്തെ, അതാണ് ആറ്റം ബോംബുകൾ. ആറ്റം ബോംബ് ഉപയോഗിച്ച് സ്ഫോടനം നടത്തി അതിൻ്റെ ഡിഗ്രി ചൂട് ഭൂമിയിൽ വന്നാൽ ഈ മണ്ണ് ഉരുകി ദ്രവിച്ചു പോകും. അതെ, സാധാരണ എത്ര ചൂട് വന്നാലും മണ്ണ് ഉരുകുകയില്ല. കല്ല് ഉരുകും, മണ്ണ് ഉരുകും. മണ്ണ് ഇല്ലായ്മയായി പോയിട്ട് ഇത് ഒരു തിളങ്ങുന്ന ദ്രാവകം പോലെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു അഗ്നികുണ്ഡമായിട്ട് ഇങ്ങനെ കിടക്കും. ആണോ സ്ഫോടനം? അങ്ങോട്ട് മനുഷ്യൻ നോക്കാൻ പറ്റും. നോക്കുന്ന മാത്രമേ മനുഷ്യൻ്റെ കണ്ണ് അന്ധമായി പോകും. അപ്പോൾ ഇത് സംഭവിക്കും. എന്ന് സംഭവിക്കും? ഡേറ്റിംഗ് ആയാലും. അപ്പോൾ ഒരുങ്ങിക്കൊള്ളുക. എങ്ങനെ ഒരുങ്ങേണ്ടത്, എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് അടുത്ത ദിവസം ക്ലാസ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ചാർട്ടുകാരിലൊക്കെ പറഞ്ഞുതരാം. പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ സർവശക്തനായ ദൈവം എന്നെ അനുവദിച്ചിനോർത്തും അത് കേൾക്കാൻ അനുവദിച്ചിനോർത്തും കർത്താവേ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എളിദാസന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ പ്രാർത്ഥന സഹങ്ങളും മറ്റെന്തെല്ലാം സഹായം നിങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുക. എളിദാസൻ്റെ ക്ലാസ്, ധ്യാന ക്ലാസ്സുകൾ, കുമ്പസാര ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും കൂടാൻ എളിദാസിൻ്റെ ഫോൺ നമ്പർ ഇതിനകത്തുണ്ട്. ചില നമ്പർ തരാൻ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്. ആവശ്യമുള്ളവർ വിളിക്കുക, സംസാരിക്കുക. നമ്മുടെ കണ്ണൂർ ജില്ലയിലും ധ്യാനത്തിനുള്ള അവസരങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട്. അത് ചോദിച്ചാൽ ആളുകളുണ്ടെങ്കിൽ ക്ലാസ് കൊടുക്കുന്നതാണ്. അതിനാൽ കർത്താവ് യേശു നമ്മളെ ഒരു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.